السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الهادي عباده إلى الطريق الأقوم، المتفضل عليهم بنعمة الإسلام ودقائق الحكم، والناهي لهم عن التنازل في كتابه المحكم، والصلاة والسلام على أشرف المبعوث إلى كافة الأمم، سيدنا محمد صلى الله عليه وسلم، القائل إن أمتي لا تجتمع على الضلالة، وإذا رأيتم الاختلاف وعليكم بالسواد الأعظم. اللهم يا واجب الوجود ويا واهب الخير والجود، أفض علينا أنوار رحمتي ويسر لنا الوصول إلى كمال المعرفة. سبحانك لا علم لنا إلا ما علمتنا، ولا معرفة إلا ما ألهمتنا، إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ومن الناس من يشري نفسه ابتغاء مرضات الله، والله رؤوف بالعباد. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم: الجنة مشتاقة إلى 4 نفر. في آخر الحديث قال نبينا وحبيبنا رسول الله صلى الله عليه وسلم: يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. واعلم أمة محمد صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടുന്ന കബൂലാക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിന്റെ വഴിത്താരകളിൽ താങ്ങും തണലുമായി നിന്ന് നമ്മുടെ ഗുരുനാഥന്മാർ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സർവാധിനാഥനും സർവീശ്വരനും സർവശക്തനും സർവാധിപതിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഗതകാല ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും ഈ പുണ്യമായ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ പുണ്യമായ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്ത് മാപ്പാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ വിശുദ്ധമായ റമദാനിന്റെ 2ാമത്തെ 10 നമ്മളോട് വിട പറയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ദിവസം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ പരമ്പരയുടെ 2ാമത്തെ ദിവസമാണെന്ന്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാന്യനായ മെട്രോ ഹാജി, എനിക്ക് ഹാജിയാരെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല,
താജുദ്ദീൻ ഉസ്താദ് പറഞ്ഞതുപോലെ എനിക്ക് വലിയ അറിവൊന്നുമില്ല. ഇങ്ങനെ വേദിയിൽ വരും, സ്റ്റേജിൽ ഇങ്ങനെ വരാറുണ്ട്, ഉദ്ഘാടനം നടത്തി ഇങ്ങനെ പോകും, അത്ര പരിചയം. കഴിഞ്ഞ റമദാനിന്റെ കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് കാഞ്ഞങ്ങാട് താജുദ്ദീൻ ഉസ്താദ് പറഞ്ഞതുപോലെ വഅലിന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് എല്ലാവർക്കും എല്ലാ സംഘടനകൾക്കും ആസ്ഥാനമുണ്ട്, സമസ്തയ്ക്ക് മാത്രം ആസ്ഥാനമില്ല. എല്ലാവർക്കും ഒരു ഓഫീസുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചു, ഹാജിയാരോട് തന്നെ ഞാൻ തിരിച്ചു ചോദിച്ചു, സമസ്തയ്ക്ക് എന്തിനാണ് ഒരു ആസ്ഥാന മന്ദിരത്തിന്റെ ആവശ്യം? എല്ലാ പള്ളികളും സമസ്തയുടെ ആസ്ഥാനമാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെങ്കിലും അൽഹംദുലില്ലാഹ് സംസാരിച്ചു. പെട്ടെന്ന് സ്റ്റേജിൽ ഇരുന്ന് തന്നെ ഒരു സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞു തീരുമാനമായി. അൽഹംദുലില്ലാഹ് അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എളുപ്പത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നല്ല മനുഷ്യനാണ്. എനിക്കറിയുന്ന അദ്ദേഹത്തെക്കുറിച്ചുള്ള സംസാരത്തിലൊക്കെ ഇരുത്തിക്കൊണ്ട് പറയുന്നതിനേക്കാളും നല്ലതില്ലാതിരിക്കുമ്പോൾ പറയുന്നതാണ്. അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ മക്കളും ബന്ധുക്കളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഒരുപാട് സമ്പത്തുണ്ട്, പക്ഷേ ഇപ്പോഴും ആ പണത്തിന്റെ അഹങ്കാരമൊന്നും കാണിക്കാതെ വളരെ താഴ്മയോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഉമ്മയ്ക്ക് ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ദീനിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം 9:30 പറഞ്ഞതെങ്കിലും ഇപ്പൊ സമയം ഏകദേശം 11:15 പോവുക. 11 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു വഅലിന്റെ സമയം. എന്തായാലും ഉസ്താദന്മാരൊക്കെ വഅല് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളൊക്കെ ഉറങ്ങി, നിങ്ങളുടെ ക്ഷീണമൊക്കെ തീർന്നിട്ട് എല്ലാവരും വന്നിരിക്കുക. ഇനിയിപ്പോൾ ഒരു വഅലിന്റെ സമയമുണ്ട്. ഇനിയിപ്പം വിഷയത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ബഹറിന്റെ ബാങ്കും വിളിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 2 ദിവസം ഉള്ളതുകൊണ്ട് നാളെ ഉണ്ടല്ലോ, നാളെ ഉണ്ട്. നിങ്ങൾ നേരത്തെ വന്നാൽ അത്രയും കൂടെ പറയാൻ പറ്റും. നിങ്ങൾ താമസിച്ച് വന്നാൽ എനിക്ക് അത്രയും കുഴപ്പമില്ല, കാരണം അത്രയും പറയാൻ മതി. ഇപ്പൊ തന്നെ ഉസ്താദ് പറഞ്ഞതുപോലെ സമയം താമസിക്കുന്നതിനനുസരിച്ച് ഉസ്താദിന് സന്തോഷമാണ്. കാരണം എന്താ, അത്രയും പറഞ്ഞാൽ മതി. നോമ്പല്ലേ, നോമ്പ് പിടിച്ചുകൊണ്ട് വഅദ് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അള്ളാഹു ഈ ശബ്ദം നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് കുറഞ്ഞ സമയം നമുക്കൊരു 12 മണിയാകുമ്പോൾ നിർത്താം. ലഹർ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തിട്ട് ഒരു 12:15 മുമ്പായിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് അള്ളാഹു ആയുസ് തന്ന നാളെ പറയാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പൊക്കെ ആയതുകൊണ്ടാണോ ഒരു ആമീൻ പറയാനൊക്കെ ഒരു ബുദ്ധിമുട്ട്? അതുകൊണ്ടാണ്. നിങ്ങളെങ്ങനെ അവസാനം വരെ ഇരിക്കൂ? എങ്ങനെ ഈ പകുതിയിൽ എഴുന്നേറ്റ് പോകുന്ന സ്വഭാവമുണ്ടോ? ഈ പകുതിയിൽ എഴുന്നേറ്റ് പോകുന്ന സ്വഭാവം വല്ലതും ഉണ്ടോ നിങ്ങളുടെ നാട്ടുകാർക്ക്? ഇരിക്കൂലേ? ലാസ്റ്റ് വരെ ഇരിക്കൂലേ? നിങ്ങളാ? ഇതെന്ത് വെടികൊണ്ടതുപോലെ ഇരിക്കണേ? ഇരിക്കൂലേ അവസാനം വരെ? അവസാനം വരെ ഇരിക്കുമെന്ന് നിയത്ത് ചെയ്യുന്നവരൊന്ന് കൈവപ്പിക്കുക. സലാത്തും പറഞ്ഞ് ദുആ ചെയ്തിട്ട് എഴുന്നേറ്റ് പോകുന്നു താത്താമാര്. എന്റെ നാട്ടിൽ എന്താ 1.5 കൈയുള്ള താത്താമാരുണ്ടല്ലേ? ഇങ്ങനെ ഇത്ര വെക്കുള്ളവർ ഒന്ന് കൈവെക്കുന്ന കാണട്ടെ. അവസാനം വരെ ഇരിക്കാൻ തീരുമാനിക്കുന്നവരും കൈവെക്കുക. ആണുങ്ങൾക്കാർക്കും ആഗ്രഹമില്ലേ? അല്ലാഹുവേ പടച്ചവനെ, ഈ സദസ്സിന്റെ അവസാനം വരെ ഇരിക്കാൻ തീരുമാനിച്ച ഞങ്ങളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങളുടെയൊക്കെ ആക്കിബത്ത് നീ നന്നാക്കണേ പടച്ചവനെ. നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് കൂടുതൽ ആമുഖങ്ങളോ വിശദീകരണങ്ങളോ ഒന്നും കിടക്കുന്നില്ല. ചുരുങ്ങിയ സദസ്സാണ്, ചുരുങ്ങിയ സമയമുണ്ട്. ഈ സമയത്തിന്റെ ഉള്ളിൽ സ്വർഗം വെടിക്കുന്ന വിഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പറയുവാനും ആ പറയുന്നത് കേൾക്കുവാനും ആ പറയുന്നത് ആദ്യം എനിക്ക് ചെയ്യാനും പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യന്റെയും മനസ്സിന്റെ ഉള്ളിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ നിസ്കരിക്കാൻ 7ാമത്തെ വയസ്സിൽ നിസ്കരിക്കാൻ പഠിപ്പിക്കണം, 10ാമത്തെ വയസ്സിൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിച്ച് നിസ്കരിപ്പിക്കണം എന്നൊക്കെ പള്ളിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ചിന്തിക്കാൻ കഴിവ് തുടങ്ങിയ ഒരു 4ഓ 5ഓ വയസ്സ് മുതൽ മരണത്തോട് മല്ലടിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യന്, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന 10ഓ 50ഓ 60ഓ വയസ്സുള്ള ഒരു മനുഷ്യനോടും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ ഒരേ ഒരു മറുപടി മാത്രമേ ഉള്ളൂ.
എന്റെ പ്രിയപ്പെട്ടവരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചിട്ട് ഈ നോമ്പ് പിടിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാലും, നിങ്ങൾ ഈ ഇൽമിന്റെ സദസ്സിൽ വീട്ടിൽ കിടന്നുറങ്ങുന്നതിന് പകരം നല്ല സമയമാണല്ലോ, കിടന്നുറങ്ങാൻ കിട്ടുന്ന സമയം ഉച്ചയ്ക്ക് ശേഷം ജോലിയാണല്ലോ ഉസ്താദെ, അതുകൊണ്ട് ഉച്ചവരെയെങ്കിലും ഒന്ന് ഉറങ്ങാൻ കിട്ടുന്ന ഈ സാഹചര്യം, ഈ അവസരത്തിൽ അതെല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഓരോ മനുഷ്യന്റെയും മനസ്സിന്റെ ഉള്ളിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. 2 റക്അത്ത് നിസ്കരിച്ചാലും, 1 രൂപ സദഖ കൊടുത്താലും, ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാലും, ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞാലും, എന്ത് നല്ല കാര്യം ചെയ്താലും ഞാനും നിങ്ങളും അല്ലാഹുവിനോട് ചോദിക്കുന്നത്, പടച്ചവനെ എനിക്ക് നീ സ്വർഗം തരണേ അല്ലാഹ്. എല്ലാവരും ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യന്റെയും മനസ്സിന്റെ ഉള്ളിൽ, അല്ലാഹുവേ ഇതിന് പകരം നീ എനിക്ക് സ്വർഗം തരണം, ഇന്നത്തെ നോമ്പിന് പകരം എനിക്ക് നീ സ്വർഗം തരണം. 1 രൂപ, ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞാലും ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് സ്വർഗമാണ്. എല്ലാവരും സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് സ്വർഗവും സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളും സ്വർഗത്തിന്റെ അനുഭൂതികളും സ്വർഗത്തിലെ കൊട്ടാരങ്ങളും സ്വർഗത്തിലെ അരുവികളും അതിന്റെ വിശാലതയും അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പരിചയപ്പെടുത്തുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വർഗത്തിൽ ഒരു മരമുണ്ട്. ഇന്ന ഫിൽ ജന്നതി ലസജറ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സ്വർഗത്തിൽ ഒരു മരമുണ്ട്. സ്വർഗത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പരിചയപ്പെടുത്തുമ്പോൾ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ വലിപ്പം പറഞ്ഞു കൊടുത്തു. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സ്വർഗത്തിൽ ഒരു മരമുണ്ട്. സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ 100 വർഷം ഒരു മനുഷ്യൻ സഞ്ചരിച്ചാലും ആ വൃക്ഷത്തിന്റെ ഒരു ശിഖരം പോലും വിട്ടുകിടക്കാൻ കഴിയില്ലെന്ന് പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പഠിപ്പിക്കുമ്പോൾ, അല്ലാഹുവിന്റെ സ്വർഗത്തിലെ മരത്തിന്റെ വലിപ്പം ഇതാണെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലെ ഒരു മരത്തിന്റെ വലിപ്പമാണ് പ്രവാചകനെ പരിചയപ്പെടുത്തുന്നതെങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗത്തിന് എത്ര വലിയ വലിപ്പമായിരിക്കും. എല്ലാവരും ആകാംക്ഷയോടുകൂടി സഹാബത്തെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൂമുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സഹാബാ, എല്ലാവരും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാവരും പടച്ചവരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് 5 നേരം നിസ്കരിച്ചിട്ട് മുസല്ലയിലിരുന്നുകൊണ്ട് അല്ലാഹുമ്മ ഇന്നീ അസ്അലുകൽ ജന്നാ, പടച്ചവരോട് സ്വർഗം ചോദിക്കുമ്പോൾ എന്ത് ചെയ്താലും എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർഗമാണല്ലോ. ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങളെ വരെയുള്ള സർവ്വ പ്രവാചകന്മാർ അവരുടെ അനുചരന്മാർ മുഴുവനും പടച്ചവന്റെ സ്വർഗത്തിന് വേണ്ടി രാപ്പകലുകൾ കഷ്ടപ്പെടുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചിട്ട് പട്ടിണി കിടന്നിട്ട് അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ എല്ലാവരും പടച്ചവന്റെ സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, എല്ലാവരും സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അൽ ജന്നത്തു മുസ്താഖത്തുൻ ഇലാ അർബഅത്തി നഫർ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കേട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് പടച്ചവന്റെ സ്വർഗം കിട്ടാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതിന്റെ സ്വഹാബത്തിനോട് ലോകത്തിന്റെ നേതാവ് പരിചയപ്പെടുത്തുന്നു, സഹാബാ, എല്ലാവരും സ്വർഗം ആഗ്രഹിക്കുമ്പോൾ, എല്ലാവരും സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ, എല്ലാവരും സ്വർഗം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സഹാബത്തെ, 4 വിഭാഗം ജനങ്ങള് സ്വർഗം ആഗ്രഹിക്കുന്നതിന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുക, ഞാനും ആഗ്രഹിക്കുന്നു, നിങ്ങളും ആഗ്രഹിക്കുന്നു. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ
സ്വർഗം 4 വിഭാഗം ആൾക്കാർ ആഗ്രഹിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു ആ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകണ്ടേ സ്വർഗത്തിൽ? പോകണ്ടേ? അതോ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? പോകണ്ടേ? ഇതെന്തെല്ലാം തലവനിച്ചിരിക്കണത്? കെട്ടിയവന്റെ അടുത്ത് പിണങ്ങിയിരിക്കണമല്ലേ? നമ്മൾ തമ്മിൽ വിഷയമൊന്നുമില്ലല്ലോ, പിന്നെന്തൊരു പിണക്കം? സ്വർഗത്തിൽ പോണോ? ഒന്ന് കുലുക്ക് തലയെങ്കിൽ. എവിടെ പോണം സ്വർഗത്തിൽ പോയ? എവിടെ പോണം സ്വർഗത്തിൽ പോയ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി മിഅത ദറജ. സ്വർഗത്തിൽ 100 പദവിയുണ്ട്. സ്വർഗത്തിൽ 100 പദവിയുണ്ട്. 1 മുതൽ 100 വരെ സ്റ്റാൻഡേർഡ് കൂടി കൂടി വിഐപികളാണ്. അതിൽ 100ാമത്തെ പ്രതിഫലം ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വർഗത്തിൽ 100ാമത്തെ പദവി ഏതാ? സ്വർഗത്തിൽ 100ാമത്തെ പദവി ഏതാ? ഇല്ല, പച്ച കുപ്പിക്കകത്തുള്ള അത്തർ ജന്നാത്തുൽ ഫിർദൗസ്, അതേ ഉള്ളല്ലേ? അതല്ലേ അറിയത്തുള്ളൂ. കുളിക്കാതെ മറതിയിലൊക്കെ വാരിത്തേക്കണത് ഒരു പച്ച കുപ്പിക്കകത്ത് അടച്ചു വെച്ചിരിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സ്വർഗത്തിൽ 100 പദവിയുണ്ട്. അതിൽ 100ാമത്തെ പദവി ജന്നാത്തുൽ ഫിർദൗസ് ആണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, സ്വർഗം ചോദിച്ചാൽ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കും. അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു, സല്ലു അൽ ഫിർദൗസ്. സ്വർഗത്തിൽ പോകുവാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസിൽ പോകണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെ പോകണം? ജീവിച്ച അഭിമാനത്തോടു കൂടി ജീവിക്കണമെന്ന് പറയുന്ന പോലെ പോയ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗം, അമ്പിയാക്കളും മൗലിയാക്കളും അള്ളാഹു ഇഷ്ടപ്പെട്ടവർ മാത്രമുള്ള ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ പോകണമെങ്കിൽ 4 കാര്യം ചെയ്താൽ മതി. അത് നാളെ പറഞ്ഞു തരാം. ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ പോകണമെങ്കിലും 4 കാര്യം ചെയ്യണം. അത് നാളെ പറഞ്ഞു തരാം. ഇന്ന് സ്വർഗം വിളിക്കുന്ന 4 വിഭാഗം അള്ളാഹു ആയുസ്സും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗം വിളിക്കുന്നു 4 ആൾക്കാരെ. ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളിൽ 4 പേരെ സ്വർഗം മാടി വിളിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിയിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ ജന്നത്തു മുസ്താഖത്തുൻ ഇലാ അർബഅത്തി നഫർ. 4 വിഭാഗം ജനങ്ങൾ സ്വർഗ്ഗം ആഗ്രഹിക്കുകയാണ്, സ്വർഗ്ഗം വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറയുന്നു, യാ സ്വഹാബാ, സ്വർഗ്ഗം വിളിക്കുന്ന 1ാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? സ്വർഗ്ഗം വിളിക്കുന്ന 1ാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അസ്സായിമീന ഫീ ശഹ്രി റമളാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗം ആടി വിളിക്കുന്ന ഭാഗ്യവാനാരിൽ 1ാമത്തെ ഭാഗ്യവാനാരാ? വിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നവനുണ്ടല്ലോ, പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി തന്റെ വികാരങ്ങൾ മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരിക്കുന്നവനുണ്ടല്ലോ, അവനെ പടച്ചവന്റെ സ്വർഗ്ഗം വിളിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ സ്വർഗ്ഗം വിളിക്കുന്ന 1ാമത്തെ മനുഷ്യൻ റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 35 വർഷത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയ ഒരു പകലിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ഏകദേശം രാവിലെ 4:30 മുതൽ 7 മണി വരെ നീണ്ടു നിൽക്കുന്ന 10-14 മണിക്കൂറോളം നോമ്പ് പിടിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഇങ്ങനെ കടിഞ്ഞു പോകുമ്പോൾ പ്രവാസികൾ മുഴുവനും 50 ഡിഗ്രി ചൂട് സഹിക്കാൻ കഴിയാതെ റൂമിന്റെ വെളിയിൽ പോലും ഇറങ്ങാൻ കഴിയാതെ 15 മണിക്കൂറോളം അവർ നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കിത് വല്ലാത്ത അത്ഭുതമായി തോന്നുകയാണ്. പകലിന് വല്ലാത്ത ദൈർഘ്യത്തിൽ നോമ്പ് പിടിച്ചുകൊണ്ട് ഞാനും നിങ്ങളും കടിഞ്ഞു പോകുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം എന്ന് കരയുകയാണ്. ലോകത്തിന്റെ നേതാവിലെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, നബിയേ യാ റസൂലല്ലാഹ്, എന്ത് പറ്റി നബിയേ, എന്തിനാണിതെന്ന് കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ജിബ്രീൽ
എന്റെ ദാസന്മാരെ കണ്ടോ, എന്റെ ദാസന്മാരെ കണ്ടോ, അവർ നോമ്പ് പിടിച്ചിട്ടവരുടെ ചുണ്ടുകൾ പൊട്ടിയിരിക്കുകയാണ്, അവരുടെ തുടലുകൾ ചുരുങ്ങിയിരിക്കുകയാണ്. ഈ വല്ലാത്ത ചൂട് സഹിക്കാൻ കഴിയാതെ പകലിന് വല്ലാത്ത ദൈർഘ്യമാണല്ലോ, ഒട്ടിയ വയറുമായിട്ട് എന്റെ സഹാബത്തിൽ ഈ ചൂട് സഹിക്കാൻ കഴിയാതെ അവർ കടന്ന് അനുഭവിക്കുന്ന ദുരിതം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകരോട്, അതാ പടച്ചവന്റെ പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ, അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ, അങ്ങയുടെ സമുദായം എത്ര വലിയ ഭാഗ്യവാന്മാരാ, അങ്ങയുടെ അനുയായികൾ എത്ര വലിയ ഭാഗ്യവാന്മാരാ, ഞാനും നിങ്ങളും എത്ര വലിയ ഭാഗ്യവാന്മാരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം പടച്ചവരോട് സംസാരിച്ച പ്രവാചകനാണല്ലോ. സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് പടച്ചവനെ കാണുന്നതിന് വേണ്ടി, പടച്ചവനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കടന്നു ചെന്നിട്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പടച്ചവരോട് സംസാരിക്കുകയാ. അല്ലാഹുവിനോട് സംസാരിച്ച ചരിത്രമറിയാ. അവസാനം മടങ്ങുന്ന അവസരത്തിൽ അല്ലാഹുവിനോട് മൂസാ നബി ചോദിച്ചു, അല്ലാ, ഞാൻ എത്ര വലിയ ഭാഗ്യവാനാ പടച്ചവര്, ഞാൻ എത്ര വലിയ ഭാഗ്യവാനാ പടച്ചവര്, ഇന്ന് വരെ നിന്നോടാരും സംസാരിച്ചിട്ടില്ലല്ലോ, എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ. എന്നെക്കാളും ഭാഗ്യവാനായ ആരെങ്കിലുമുണ്ടോ? എന്നെക്കാളും ഭാഗ്യവാനായ ആരെങ്കിലുമുണ്ടോ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ അല്ലാഹു പറയുന്നു, യാ മൂസാ ഇബ്നു ഇമ്രാൻ, ഹേ മൂസാ, ഇന്നെക്കാളും ഭാഗ്യവാനുണ്ട് മൂസ, ഇന്നെക്കാളും ഭാഗ്യവാന്മാരുണ്ട് മൂസ. ആരാണ് ഭാഗ്യവാനെന്നറിയുമോ? ഒരു കാലഘട്ടം കടന്നു വരും, ഒരു കാലഘട്ടം കടന്നു വരും. അന്ന് പകലിന് വല്ലാത്ത ദൈർഘ്യമായിരിക്കും, അന്ന് പകലിന് വല്ലാത്ത ദൈർഘ്യമായിരിക്കും, അന്ന് ചൂട് സഹിക്കാൻ കഴിയില്ല. അന്ന് എന്റെ അടിമകളുണ്ടല്ലോ, എന്റെ കൃത്യക്ക് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിക്കുകയാണ്. അവരെല്ലാവരും രാവിലെ 4:30 മുതൽ വൈകുന്നേരം 7:05 വരെ നോമ്പ് പിടിച്ചിട്ട് അവസാനം നോമ്പ് മുറിക്കുന്ന സമയമുണ്ടല്ലോ, അതാ നോമ്പ് മുറിക്കുന്ന സമയമുണ്ടല്ലോ. മഗ്‌രിബിന്റെ ബാങ്ക് പള്ളികളുടെ മിനാരത്തിൽ നിന്ന് കേൾക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഞാനും നിങ്ങളും അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ. എല്ലാവരും ഭക്ഷണമെടുത്ത് വെച്ചിട്ട് പടച്ചവരോട് ദുആ ചെയ്താ സ്വീകരിക്കുന്ന ആ നോമ്പ് മുറിക്കുന്നതിന് തൊട്ട് മുമ്പ് പടച്ചവരോട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന മൂസാ, അല്ലാഹു പറയുന്ന മൂസാ, ഞാൻ നീയും സംസാരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ 70,000 മറയുണ്ടായിരുന്നു മൂസാ. ഞാൻ സംസാരിച്ചത് നീ കേട്ടത് 70,000 മറകൾക്കപ്പുറത്ത് നിന്നാണ് മൂസാ. പക്ഷേ എന്റെ അടിമകളുണ്ടല്ലോ, അവര് നോമ്പ് പിടിച്ചിട്ട് മുറിക്കുന്ന സമയം എന്നോട് ദുആ ചെയ്യുമ്പോ എന്റെയും അവരുടെയും ഇടയിൽ ഒരു മറ പോലുമില്ല മൂസാ. നിന്നെക്കാളും ഭാഗ്യവാന്മാര് അവരാണ് മൂസാ. മൂസാ നബി അള്ളാനോട് സംസാരിക്കുമ്പോ 70,000 മറയുണ്ടായിരുന്ന രണ്ടുപേർക്കും ഇടയിൽ. മൂസാ നബി അള്ളാനോട് ചോദിച്ചു, പടച്ചവനെ, ഞാൻ എത്ര വലിയ ഭാഗ്യവാനാണ്, നിന്നോട് സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയില്ല. എന്നെക്കാളും ഭാഗ്യവാന്മാരാരെങ്കിലും ഉണ്ടോ? അപ്പോഴാ പറയണേ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നോമ്പ് മുറിക്കണ സമയത്ത് ഒരല്പനേരം അള്ളാനോട് സംസാരിക്കുമല്ലോ, 2 കയ്യും നീട്ടിയിട്ട്. ആ സംസാരിക്കുന്ന അവസരത്തിൽ എന്റെയും അള്ളാന്റെയും ഇടയിൽ ഒരു മറ പോലുമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്ര വലിയ ഭാഗ്യവാന്മാരാ നമ്മൾ, എത്ര വലിയ ഭാഗ്യവാന്മാരാ. വിശുദ്ധമായ റമദാൻ മഹാനായ മൂസാ നബിയോട് പടച്ചവൻ പറയുകയാണ്, അല്ലാഹു പറയുന്ന മൂസാ, റമദാനിന്റെ ഓരോ രാത്രിയിലും 20ാമത്തെ നോമ്പ് പിടിച്ചിരിക്കുന്നവര് റമദാനിന്റെ ഓരോ രാത്രിയിലും അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, 1,00,000 പേരെ പടച്ചവൻ നരകത്തിൽ നിന്ന് കരകയറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
പ്രവാചകങ്ങളെ പഠിപ്പിക്കുമ്പോ 19 ലക്ഷം ജനങ്ങളെയാണ് പടച്ചവൻ നരകത്തിൽ നിന്ന് കരകയറ്റിയത്. എനിക്കും നിനക്കും പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ 19 ലക്ഷത്തിൽ ഒരാളാകാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? ഇനിയും പടച്ചവൻ നമുക്ക് 10 ദിവസം വരുന്നുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ രാത്രിയിലും അല്ലാഹു ഓരോ ലക്ഷം പേരെ നരകത്തിൽ നിന്ന് കരകയറ്റുമ്പോൾ ഈ പുണ്യമായ റമദാൻ മാസത്തിൽ കളിക്കല്ലേ, ഈ റമദാനിനെ ബഹുമാനിക്കത്, ഈ റമദാനിന്റെ പവിത്രത മനസ്സിലാക്കത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, റമദാൻ മാസം എത്തിക്കഴിഞ്ഞാൽ സ്വർഗമെട്ട് കവാടങ്ങൾ തുറന്ന് അലങ്കരിച്ചുകൊണ്ട് കാത്തുകിടക്കുകയാണ്. പടച്ചവന്റെ സ്വർഗം കാത്തുകിടക്കുകയാ. എന്നെയും നിങ്ങളെയും ശ്രമിച്ചുകൊണ്ട് അലങ്കരിച്ചുകൊണ്ട് അതാ മണിയറ ഒരുക്കിയിട്ടിരിക്കുന്നത് പോലെ സ്വർഗം ഒരുക്കിയിട്ടിട്ട് കാത്തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, രോഗം പിടിച്ചിട്ട് പോലും ആരോഗ്യമില്ലാതിട്ട് പോലും നോമ്പ് പിടിച്ചുകൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പയോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിനക്ക് പ്രായമായല്ലോ, ഒരുപാട് അസുഖങ്ങളും നിനക്കുണ്ടല്ലോ, എന്നാലും റമദാനിലെ നോമ്പെനിക്ക് മറക്കാൻ കഴിയില്ല, റമദാനിലെ നോമ്പെനിക്ക് വിടാൻ കഴിയില്ല. വാശി കൊണ്ട് നോമ്പ് പിടിച്ചിട്ട് പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എല്ലാവരും വീടിനകത്ത് കിടന്നിറങ്ങുമ്പോൾ ഈ വെയിൽ സഹിച്ചുകൊണ്ട് ഈ നിന്റെ സദസ്സിലേക്ക് നടന്നു വരുന്ന നിന്നെ കാണുമ്പോൾ പടച്ചവന്റെ സ്വർഗത്തിലെ പെണ്ണുങ്ങളെ പറയുന്നതെന്തെന്നറിയോ? എന്റെ ചെറുപ്പക്കാരാ, നിന്നെ കാണുമ്പോ സ്വർഗത്തിലെ പെണ്ണുങ്ങളല്ലാരോട് പറയുന്നതെന്തെന്നറിയുമോ? അല്ലാഹു വിജാലനാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സ്വർഗത്തിലെ ഹൂറല്ലീങ്ങളായ പെണ്ണുങ്ങളെല്ലാരോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹു വിജാലനാ ഇബാദിക അസ്വാജാ. പടച്ചവരെ, ആ മനുഷ്യനെ എനിക്ക് ഭർത്താവായി തരണമല്ല, ആ മനുഷ്യനെ എനിക്ക് ഭർത്താവായി തരണമല്ല. പടച്ചവരോട് സ്വർഗത്തിലെ പെണ്ണുങ്ങൾ ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ മൂസാ നബിയോട് പറയുന്ന, മൂസാ, റമദാൻ മാസം കടന്നു വന്നു കഴിഞ്ഞ, റമദാനിന്റെ 1ാമത്തെ രാത്രി കടന്നു വന്നു കഴിഞ്ഞ അല്ലാഹു ആകാശലോകത്തുള്ള സർവ്വമലക്കുകളെയും വിളിക്കുകയാണ്, പ്രപഞ്ചത്തിലുള്ള സർവ്വമലക്കുകളെയും അല്ലാഹു വിളിക്കുകയാ. എന്നിട്ട് പറയുന്നു, ഇന്ന് മുതൽ നിസ്കരിക്കണ്ട, ഇന്ന് മുതൽ സ്വലാത്ത് പറയണ്ട, ഇന്ന് മുതൽ സുബ്ഹാനല്ലാഹ് പറയണ്ട, ഇന്ന് മുതൽ നിങ്ങളെന്നെ വാഴ്ത്തണ്ട, ഇന്ന് മുതൽ നിങ്ങൾക്കൊരേ ഒരു ജോലിയുമില്ല, ഇന്ന് മുതൽ നിങ്ങളുടെ ജോലി എന്താ? ഇനി 30 ദിവസത്തോളം നിങ്ങളുടെ ജോലി എന്തെന്നറിയുമോ? എന്റെ അടിമകൾ നോമ്പ് പിടിച്ചിട്ട് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയലാണ് മലക്കുകളെ നിങ്ങളുടെ ജോലിയെന്ന് അല്ലാഹു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോൾ മലക്കുകളുടെ ജോലി എന്താ? 30 ദിവസത്തോളം, ഈ റമദാനിന്റെ 30 ദിവസങ്ങളോളം മലക്കുകളുടെ ജോലി എന്താ? നമ്മൾ ദുആ ചെയ്യുമ്പോ ആമീൻ പറയലാ, അവരുടെ ജോലി ദുആ ചെയ്യുമ്പോ ആമീൻ പറയലാ. നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മൂസാ നബിയോട് അല്ലാഹു പറയുന്നു, മൂസാ, റമദാൻ മാസത്തിൽ എന്റെ അടിമ എന്നോട് എന്ത് ചോദിച്ചാൽ എന്റെ അടിമ നോട് വിളിച്ചുകൊണ്ട് റമദാൻ മാസത്തിൽ എന്നോട് ദുആ ചെയ്ത അവന്റെ ദുആ ഞാൻ സ്വീകരിക്കും മൂസാ. അതിനെ ഞാൻ വെറുതെ നടക്കില്ല. നോമ്പ് പിടിച്ചുകൊണ്ട് പടച്ചവന്റെ മുന്നിലേക്ക് നീ കൈയുയർത്തി കെട്ടി എന്ന് ചോദിച്ചാൽ പടച്ചവൻ നിനക്ക് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര വലിയ പുണ്യമാസം എന്ത് ചോദിച്ചാലും അല്ലാഹു തരും, എന്ത് ചോദിച്ചാലും പടച്ചവൻ തരും. നമ്മൾ ഉറങ്ങുമ്പോൾ മലക്കുകൾ നമുക്കിരുന്ന് ദുആ ചെയ്യുക, അല്ലാഹു പുറത്തു കൊടുക്കണേ. നമ്മൾ ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ ആമീൻ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പുണ്യമായ റമദാൻ മാസത്തിൽ പോലും നന്നാവാത്തവരുണ്ട്. ഈ റമദാൻ വന്നിട്ട് പോലും നന്നാവാത്ത എത്ര ആൾക്കാരെ നമുക്കറിയാം. എന്റെ പ്രിയപ്പെട്ടവർ, അവന് പള്ളിയില്ല, തറാവിയില്ല, പഴയ കോലത്തിൽ നടക്കാം. റമദാൻ തുടങ്ങിയപ്പോൾ പള്ളിയിൽ കയറാത്ത, എന്റെ നാട്ടിൽ പള്ളിയിൽ കയറാത്ത ഒരു മനുഷ്യനോട് ചോദിച്ചു, റമദാൻ മാസമല്ലേ ഒന്ന് കയറിക്കൂടെ?
റമളാൻ മാസമാണല്ലോ, ഒന്ന് പള്ളി കയറിക്കൂടെ എന്ന്. അന്ന് ആ പയ്യൻ പറഞ്ഞ മറുപടി, പെരുന്നാളും വെള്ളിയാഴ്ച ദിവസം ഒരുമിച്ച് വന്നിട്ട് ഞാൻ കയറിയിട്ടില്ല, ഇനിയിപ്പോ പള്ളി റമളാൻ മാസത്തിൽ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്നിട്ട് കയറിയിട്ടില്ല ഞാൻ, ഇനിയിപ്പോ റമളാൻ മാസത്തിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും ചിലരൊക്കെ ചോദിക്കും, ഉസ്താദെ റമളാൻ ആയി കഴിഞ്ഞാൽ ശൈത്താന്മാരെ മുഴുവനും പിടിച്ച് കെട്ടിയിട്ടിരിക്കുമല്ലോ, എന്നാലും ചില ശൈത്താന്മാരിങ്ങനെ നടക്കുന്നില്ല. ചിലരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകും, എല്ലാ ശൈത്താന്മാരെയും പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നു, ചിലരിങ്ങനെ നടക്കുന്നത് എന്തെന്നറിയോ? ശൈത്താൻ അവന്റെ രക്തത്തെ അരിഞ്ഞുപോയി, അതുകൊണ്ട് അവൻ അങ്ങനെ നടക്കുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാൻ മാസത്തിൽ പോലും നോമ്പ് പിടിക്കാത്ത എത്രയോ പേര് നമുക്കറിയാം. റമളാൻ മാസത്തിൽ പോലും നോമ്പ് പിടിക്കാത്തവർ, കാഫിരീങ്ങൾ പോലും നോമ്പ് പിടിക്കുമല്ലോ റമളാൻ. കാഫിരീങ്ങൾ പോലും, എന്റെ നാട്ടിലൊക്കെ, എന്റെ മഹലിലൊക്കെ നോമ്പ് പിടിച്ചിട്ട് കഞ്ഞി മേടിക്കാൻ വേണ്ടി വൈകുന്നേരം ആകുമ്പോൾ എത്രയോ അമുസ്ലിമീങ്ങൾ വരാറുണ്ട്, പള്ളിയിൽ കഞ്ഞി വരെ വെച്ചു കൊടുക്കാറുണ്ട്. അവരൊക്കെ അവസാനത്തെ 10 നോമ്പും എന്റെ മഹലിന്റെ അവിടെയൊക്കെ 27-ാം രാവിന്റെ അന്ന് മിക്കുള്ള കാഫിരീങ്ങൾ നോമ്പ് പിടിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങൾ പിടിക്കൂല, മുസ്ലിമീങ്ങൾ പിടിക്കൂല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പാതിരാത്രിയിൽ കടന്നു വന്നപ്പോൾ പ്രവാചകന്റെ മുന്നിലേക്ക് 2 ആൾക്കാർ കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് 2 പേര് കടന്നു വരികയാണ്. പ്രവാചകനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു നിർത്തിക്കൊണ്ട് ഉയരം കൂടിയ കുന്നുപോലെ ഇരിക്കുന്ന ഒരു പർവ്വതത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ വരിയുടെ മുകളിലേക്ക് കിടക്കാവരാണപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എനിക്ക് നടക്കാൻ കഴിയുന്നില്ല, ഈ പർവ്വതത്തിന്റെ മുകളിലേക്ക് നടക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകനോട് കൂടെ വന്നവരെ പറയുന്നു, നബിയേ നിങ്ങളെ സഹായിക്കാൻ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉയരം കൂടിയ പർവ്വതത്തിന്റെ മുകളിലേക്ക് ലോകത്തിന്റെ നേതാവിങ്ങനെ നടന്നു പോകുമ്പോൾ അതാ അല്ലാഹുവിന്റെ റസൂല് മധ്യഭാഗത്തെത്തുമ്പോൾ, ആ മലയുടെ മധ്യഭാഗത്തെത്തുമ്പോൾ ഒരു വല്ലാത്ത കരച്ചിലിന്റെ ശബ്ദം കേൾക്കുകയാണ്. ആരോ കിടന്ന് കരയുകയാ, ആരോ കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ആരാ കരയുന്നത്? എന്റെ കൂടെ വന്നവരോട് ചോദിക്കുകയാ, ഈ ശബ്ദം കേൾക്കുന്നതേതാ? ആരാ കിടന്ന് കരയുന്നത്? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, നബിയേ അത് നരകവാസികളുടെ കരച്ചിലാണ് നബിയേ. നരകവാസികൾ കിടന്ന് കരയുകയാണ്. പ്രവാചകന്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കൂടെ വന്നവർ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പർവ്വതത്തിന്റെ മുകളിലേക്ക് കിടന്നു ചെല്ലുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോടിയായി അല്ലാഹുവിന്റെ റസൂൽ ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ, പ്രവാചകനെ പർവ്വതത്തിന്റെ മുകളിലേക്ക് കൊണ്ടുചെന്നു കഴിയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോഴതാ ഒരു വിഭാഗം ജനങ്ങളെ കാണുകയാണ്. ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അല്ലാഹുവിന്റെ റസൂല് കാണുകയാ. അവരുടെ അവസ്ഥ എങ്ങനെയെന്നറിയുമോ? കാലിന്റെ പുറകിലുള്ള നരമ്പുണ്ടല്ലോ, കടമ്പങ്കാലിൽ ഇരിക്കുന്ന നരമ്പുണ്ടല്ലോ, ആ നരമ്പിന്റെ മുകളിൽ അവനെ തലകീഴായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. കാലിന്റെ നരമ്പിന്റെ മുകളില് തലകീഴായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. പഠിപ്പിച്ച കമ്പി കൊണ്ടവന്റെ കവിളുകൾ കെട്ടിപ്പെട്ടിരിക്കുകയാണ്. രക്തമിങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാ. അവന്റെ വായിലൂടെ രക്തമിങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോൾ അവരവിടെ കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് വിളിച്ചു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആരാണ് ഈ വിഭാഗം? ആരാണ് ഈ വിഭാഗം? ഇവരെന്ത് തെറ്റാ ചെയ്തത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോൾ തലകീഴായി കുട്ടിത്തോട്ടിയെത്തി കബളുകൾ കുട്ടിക്കേറി വായിലൂടെ വെച്ചുവലിക്കുന്ന രീതിയിൽ വൃത്തികെട്ട ശിക്ഷ കിട്ടുന്നതാക്കാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ പറയുന്ന നബിയേ, വിശുദ്ധമായ റമളാനിൽ നോമ്പ് പിടിക്കാത്തവരാ, പടച്ചവനാരോഗ്യം കൊടുക്കട്ടപോലെ എല്ലാവരും നോമ്പ് പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഇവന് ഭക്ഷണം തിന്നുകൊണ്ട് നടന്നവരാണ് നബിയേ. അവന് കിട്ടുന്ന ശിക്ഷ ഇതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കാത്തവൻ അവനെ തലകീഴായിട്ട് കാലിന്റെ പുറകിലൊരു നരം കൊണ്ട് അതിലിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമുക്കൊരു പനി വന്നാൽ പിന്നെ നോമ്പില്ല. പ്രഷർ, ഷുഗർ, BP, മണ്ണാങ്കട്ട, എന്തെങ്കിലും രോഗത്തിന്റെ പേരിൽ നോമ്പ് പിടിക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം നോമ്പ് പിടിക്കാതെ ഇരിക്കാൻ 4 കാര്യങ്ങളാണ് പറയുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം 4 കാര്യങ്ങൾ നോമ്പ് പിടിക്കാതിരിക്കാൻ. ഒന്ന്
മാരകമായ രോഗമുണ്ട്. മാരകമായ രോഗം, ഞാൻ നോമ്പ് പിടിച്ചാൽ മരിച്ചു പോകുന്നു അവൻ ഭയക്കുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ നോമ്പ് പിടിക്കണം. അങ്ങനെയുള്ള രോഗമുള്ള ആരെങ്കിലും ഉണ്ട്? മാരകമായ രോഗം പനിയല്ല, ക്യാൻസർ അല്ല. ക്യാൻസർ രോഗിക്ക് പോലും ഞാൻ നോമ്പ് പിടിച്ചാൽ മരിക്കും എന്നുള്ള പേടിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മാരക രോഗമുണ്ട്, അവൻ നോമ്പ് പിടിച്ചാൽ മരിച്ചു പോകുമെന്ന് അവൻ ഭയപ്പെടുന്നു എങ്കിൽ അവന് നോമ്പ് പിടിക്കാതെ ഇരിക്കൽ അനുവദനീയമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2, സുദീർഘമായ യാത്ര. ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ 630 കിലോമീറ്റർ ഉണ്ട്. ഈ 630 കിലോമീറ്റർ യാത്ര ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നോമ്പ് പിടിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് നോമ്പ് പിടിക്കാതിന് വല്ലാത്ത യാത്രയാണ്. എറണാകുളത്ത് നിന്നാണ് ഇടയത്താഴം കഴിച്ചത്. നോമ്പ് തുറക്കണത് ഇവിടെ ഇങ്ങനെയുള്ള യാത്രയാണ്. ഇത്രയും വലിയൊരു യാത്രയുണ്ടെന്ന് പറഞ്ഞിട്ട് നോമ്പ് പിടിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു കാരണവും ഇല്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാ, റമളാൻ മാസത്തിൽ ആരെങ്കിലും ഒരു നോമ്പ് റമളാൻ മാസത്തിലെ ഒരു നോമ്പ് ആരെങ്കിലും കളഞ്ഞിട്ട് തന്റെ ജീവിതകാലം മുഴുവനും അവൻ നോമ്പ് പിടിച്ചാലും റമളാനിലെ ഒരു നോമ്പിന് പകരമാകില്ലെന്ന് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല. റമളാനിലെ ഒരു നോമ്പ് വിട്ടിട്ട് ഇനി ഞാൻ മരിക്കോളം നോമ്പ് പിടിച്ചാലും റമളാനിലെ ഒരു നോമ്പിന് പകരാവൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സുദീർഘമായി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ 2-3 ദിവസമൊക്കെ യാത്രയാ, അങ്ങനെ ഉണ്ടെങ്കിൽ നോമ്പ് പിടിക്കാതെ ഇരിക്കാം. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകും. 3 ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, വെള്ളം കുടിക്കില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് ഭയപ്പെടുക. ഞാൻ ഭക്ഷണം കഴിച്ചില്ല, ഞാൻ വെള്ളം കുടിച്ചില്ലെങ്കിൽ വൈകുന്നേരം വരെ ഞാൻ പട്ടിണി ഇരുന്ന മരിച്ചു പോകുമെന്ന് ഒരു മനുഷ്യൻ ഭയക്കുന്നു എങ്കിൽ അവന് നോമ്പ് പിടിക്കണ്ട. അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ലല്ലോ. നമുക്കൊക്കെ ഒരുപാട് പട്ടിണി ഇരുന്നതല്ലേ പണ്ടൊക്കെ ഒരുപാട് പട്ടിണിയും പരിവട്ടവുമായി കടന്നവരാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4-ാമത്തെ കാര്യം, ഗർഭിണിയായ പെണ്ണ്. അവള് ചിന്തിക്കുന്നു, ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്റെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞ് മരിച്ചു പോകുമെന്ന് ഒരു പെണ്ണ് പേടിക്കുന്നു. താൻ ഗർഭിണിയാണ്, തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് ഭയപ്പെടുന്നു. പാല് കുടിക്കുന്ന കുഞ്ഞുണ്ട്, ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്റെ കുഞ്ഞിന് കൊടുക്കാൻ പാലുണ്ടാകില്ല എന്നൊരു പെണ്ണ് ഭയപ്പെടുന്നെങ്കിൽ അവൾക്ക് നോമ്പ് പിടിക്കാതിരിക്കുക. ഈ 4 കാര്യമല്ലാതെ നോമ്പ് പിടിക്കാതെ ഇരിക്കാൻ വേറെ കാരണങ്ങളൊന്നുമില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗം പിടിക്കുന്ന 1-ാമത്തെ വിഭാഗം റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നവരാണ്. ഈ റമളാനിൽ പോലും നന്നാവാത്തവരോട് എനിക്ക് പറയാനുള്ളത്, വിശുദ്ധമായ റമളാൻ വന്നിട്ട് പോലും ആ റമളാനിന്റെ പവിത്രതകൾ മനസ്സിലാക്കാതെ, അതിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കാതെ, അതിനെ നിന്ദിച്ചുകൊണ്ട് നിസാരപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നവർ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സുന്നത്തിന് ഒരു ഫർദിന്റെ കൂലി, ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലി. ഈ പുണ്യമായ മാസം വന്നിട്ട് പോലും നന്നാവുന്നില്ലെങ്കിൽ എത്രയോ പേര്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അവർ നോമ്പൊക്കെ പിടിക്കും. വൈകുന്നേരമായി കഴിഞ്ഞാൽ അവർക്ക് സീരിയൽ കാണാതെ പറ്റൂല. നോമ്പ് പിടിച്ചോണ്ട് ചെയ്യുന്നതിലല്ലേ തെറ്റും, നോമ്പ് മുറിച്ചതിന് ശേഷം ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന സഹോദരിമാർ, ഏത് സീരിയൽ വേണമെങ്കിലും അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റും, ചന്ദനമഴ മാത്രം പറ്റൂല. ചന്ദനമഴ കാണാതെ ഉസ്താദെ അത് മാത്രം, ബാക്കി എല്ലാം പറ്റും. എല്ലാ സീരിയലും ഉപേക്ഷിക്കാൻ. ചന്ദനമഴ നേരത്തെയൊക്കെ റമളാനിന്റെ ആദ്യത്തെ 10 താത്താമാരൊക്കെ നോമ്പ് കുറിക്കുന്ന സമയത്ത് അള്ളാഹു അവള് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നേരെ ആഫിയത്തോടു കൂടി വരണേന്ന് ദുആ ചെയ്യുന്ന താത്താമാർ വരെയുണ്ട്. അവർക്കൊക്കെ ടെൻഷൻ എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാൻ മാസത്തിൽ നോമ്പ് മുറിച്ചിട്ട് സീരിയൽ കാണുന്ന എത്രയോ ഉമ്മമാരെ നമുക്കറിയാം. അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, നിങ്ങൾ വാർത്തയെങ്കിലും കാണൂല. നിങ്ങൾ വാർത്തയല്ലേ കാണുന്നത്. വാർത്തയ്ക്കിടയിൽ പരസ്യം വരുമ്പോൾ നീ എന്താ കാണുന്നത്? അപ്പോൾ ഓഫാക്കി വെക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പറയുന്ന ഞാൻ ഇതൊക്കെ തന്നെ വാർത്തയല്ലേ, തറാവിയൊക്കെ നോമ്പ് മുറിച്ചല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, വാർത്ത കണ്ടാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. പത്രത്തിലൂടെ വാർത്ത വായിച്ചൂടെ? എന്നാ നിങ്ങളുടെ വീട്ടിലൊക്കെ TV വന്നത്? ഈ വാർത്തയൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കൊക്കെ. റമളാൻ മാസത്തിൽ പോലും TV കാണുന്നവർ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇനി 10 ദിവസമുണ്ട്. ഈ 10 ദിവസം ഉസ്താദെ, എന്റെ വീട്ടിലെ TV ഞാൻ വാർത്ത പോലും കാണാൻ ഓണാക്കൂല എന്ന് ഈ സദസ്സിലിരുന്ന് നിയ്യത്ത് ചെയ്യുന്നവരെന്ന് കൈവക്കിക്കും. വാർത്ത പോലും കാണാൻ ഇനി 10 ദിവസം താത്താമാര്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഏതാ? വീട്ടിൽ TV ഇല്ലാത്തവരാ. ഒന്നും നല്ല പൊക്കുന്നേ താത്താമാര്. 10 ദിവസം ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഉസ്താദ് എന്ത് വന്നാലും എന്റെ വീട്ടിലെ TV ഓണാക്കൂല, അടുത്ത വീട്ടിൽ പോയി കാണത്തേ ഉള്ളില്ലേ. എന്റെ വീട്ടിൽ ഞാൻ ഓണാക്കൂല, അടുത്ത വീട്ടിൽ പോയി. അങ്ങനല്ല. ഇൻഷാ അല്ലാഹ് ഒന്ന് കൈവക്കി. TV ഓണാക്കാത്തവര് ദുആ ചെയ്യാൻ വേണേ പൊക്കിക്കോ.
അള്ളാഹുവെ പടച്ചവനെ ഈ കൈ കൊണ്ട് ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ ഭാഗ്യം കൊടുക്കണം പടച്ചവൻ. അള്ളാഹുവെ ഈ ഉയർത്തിയ കൈ മരിക്കോളം ഒരു മനുഷ്യന്റെ മുന്നിൽ നീട്ടേണ്ട അവസ്ഥ ഈ സഹോദരിമാർക്ക് നൽകല്ലേ പടച്ചവനെ. നിങ്ങളെങ്ങനെ ഒന്ന് പൊക്കുന്ന TV ഇന്ന് മുതൽ 10 ദിവസം. അൽഹംദുലില്ലാഹ് മക്കയിൽ പോയി ഈ ഉയർത്തിയ കൈ കൊണ്ട് സംസം വെള്ളം മതി വരുവോളം കോരി കുടിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബയുടെ കില്ല ഈ വലത് കൈയിൽ പിടിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പടച്ചവൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കും. തുറക്കരുത് സഹോദരങ്ങളെ TV. അത് ഏത് വീട്ടിലുണ്ടോ ആ വീട് മുടിഞ്ഞു പോകും. അതേത് വീട്ടിലുണ്ടോ ശൈത്താന്റെ പെട്ടിയാണത്. അത് കഷ്ടകാലമാണ്. ആദ്യമൊക്കെ പറയും ഉസ്താദെ പ്രസംഗങ്ങൾ കേൾക്കാനല്ല. പ്രസംഗങ്ങൾ CD മേടിക്കും, പ്രസംഗം വിടും, പിന്നെ ഏതെങ്കിലും ഒരു സിനിമ ഇടും, പിന്നെ ഇങ്ങനെ തുടങ്ങി പിന്നെ അവസാനം അതിന്റെ അടിമകളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കഞ്ചാവ് അടിക്കുന്നവന് പിറ്റേ ദിവസം നിങ്ങളുടെ നാട്ടിൽ എന്റെ അയൽവാസിയുണ്ട്, ഒരു അച്ചായനുണ്ട്, ബാബു അച്ചായൻ എന്നും രാവിലെ അടിച്ചില്ലെങ്കിൽ കൈവിറക്കും. അദ്ദേഹത്തിന് കുടിക്കണ സമയത്ത് കുടിച്ചില്ലെങ്കിൽ കൈവിറക്കും. ഇതുപോലെ താത്താമാർക്ക് ഒരു 6:30 കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇരിക്കാൻ പറ്റൂല, എങ്ങനെയെങ്കിലും TVയുടെ ഫ്രണ്ടിലെത്തണം. അങ്ങനെ ഒരു അവസ്ഥയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധനങ്ങൾ എത്ര പറഞ്ഞാലും എന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകില്ല. എത്ര പേര് കേട്ടാലും ആരൊക്കെ പറഞ്ഞാലും ഞാൻ നന്നാവില്ല. റമളാൻ മാസത്തിൽ ഞാൻ ജീവി കാണും സാധേ എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോ ഈ സദസ്സിലുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരോട് ഒരു ചരിത്രം പറഞ്ഞു തരാ. മഹാനായ അഷ്റഫുൽ ഖൽഖി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം മദീന പള്ളിയിലിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ പരലോകത്തെ കുറിച്ച് പരിചയപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ കോടതിയെ കുറിച്ച് ലോകത്തിന്റെ നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിലൂടെ പടച്ചവന്റെ പരലോകത്തെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഏത് പരലോകമെന്നറിയുമോ? തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പടച്ചവന്റെ കോടതിയുണ്ടല്ലോ, ചെമ്പിന്റെ തറയിൽ നിൽക്കുന്ന കോടതിയുണ്ടല്ലോ, പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും വികാരങ്ങളിൽ കൊടികുത്തി വെച്ച് ഇരഞ്ഞു നടന്ന് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം 41 കോലത്തിൽ വരുന്ന കോടതിയുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിലൂടെ പരിചയപ്പെടുത്തുകയാണ്. കൊച്ചുകുട്ടികളുടെ മുടി പോലും നിരച്ചു പോകുന്ന പരലോകമുണ്ടല്ലോ. ഗർഭിണികളായ പെണ്ണുങ്ങളെങ്ങാണ് അന്നത്തെ ദിവസമുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന പോലെ അറിയില്ലെന്ന് ലോകത്തിന്റെ നേതാവ് പറഞ്ഞ പരലോകമുണ്ടല്ലോ. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ തന്റെ മാറിടത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞിട്ട് മാതാവോടി വിളിക്കുന്ന ദിവസമുണ്ടല്ലോ. മക്കളല്ലാന്റെ മുന്നിൽ നിന്നിട്ട് പടച്ചവരെ 9 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തനിക്ക് വേണ്ടി മാസങ്ങളോളം വർഷങ്ങളോളം തന്ന പൊന്നുപോലെ നോക്കിയ തന്റെ ഉമ്മാനെ നോക്കിയിട്ട് അല്ലാഹുവേ ഇവിടെ നിന്നിട്ട് എന്റെ കാല് കൊള്ളുന്ന പടച്ചവര് എന്റെ ഉമ്മാനവെന്ന് നടത്തി കിടത്തി തരുമല്ലോ. അവരുടെ മുൻപത്ത് കയറി ഞാനെന്ന് നിൽക്കട്ടെ റബ്ബേ എന്ന മക്കള് പറയുന്ന കോടതിയുണ്ടല്ലോ. വ്യാപാരെ തിരിച്ചറിയാത്ത, ഉമ്മയെ തിരിച്ചറിയാത്ത, കൂടെപ്പിറപ്പുകളെ കണ്ട പരിചയം പോലും കാണിക്കാത്ത, കൂടെ കിടന്ന ഭാര്യ ഭർത്താക്കന്മാരെ സഹായിക്കാത്ത അല്ലാഹുവിന്റെ പരലോകമുണ്ടല്ലോ. യൗമയഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചവന്റെ പരലോകമുണ്ടല്ലോ. ആ പരലോകത്തല്ലാന്റെ റസൂല് പറയുകയാ. അല്ലാന്റെ റസൂല് പറയുന്ന നാളെ പരലോകത്തെ ജനങ്ങളെ മുഴുവൻ നിൽക്കുമ്പോൾ വൈദാ റഅതഹും മകാനി سمعوا لها تغيرا وزفيرا. നരകത്തിന്റെ മലക്കായ മാലിക്കെന്ന മലക്കുണ്ടല്ലോ. പൊട്ടിക്കരന്നുകൊണ്ട് ലക്ഷക്കണക്കിന് മലക്കുകൾ പടച്ചവന്റെ നരകത്തിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ വലിച്ചുകൊണ്ട് വരികയാ. 70,000 ചങ്ങലകളില. ഓരോ ചങ്ങലയിൽ
നിരവധിയായിരം മലക്കുകളാ, ലക്ഷക്കണക്കിന് മലക്കുകളെ കരഞ്ഞു വിളിച്ചുകൊണ്ട് അള്ളാന്റെ നരകത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുമ്പോ എല്ലാവരും ഓടുകയാണ്, എല്ലാവരും ഓടുകയാണ്, അവരവരുടെ കാര്യം നോക്കി ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എല്ലാവരും ഓടുമ്പോ അങ്ങ് എവിടെയാണ് നിങ്ങൾ തിരയേണ്ടത്? അങ്ങ് എവിടെയാണ് നിൽക്കുന്നത്? അങ്ങയെ ഞങ്ങൾ എവിടെയാണ് നോക്കേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബാ, ഞാൻ മീസാനെന്ന ത്രാസിന്റെ മുന്നിൽ നിൽക്കുമ്പോ, മീസാനിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മീസാനെന്ന ത്രാസിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ മലക്കുകളൊരു ചെറുപ്പക്കാരനെ വലിച്ചുകൊണ്ട് വരികയാണ്. ചങ്ങലകൾ കെട്ടിക്കെട്ട് മുഖത്തിങ്ങനെ ചങ്ങലകൾ കൊണ്ടടിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ പടച്ചവന്റെ കോടതിയിലൂടെ ചെമ്പിന്റെ തറയിലൂടെ വലിച്ചിടച്ചുകൊണ്ട് ഒരു മനുഷ്യനെ കൊണ്ടുവരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ വലിച്ചിടച്ചു കൊണ്ടുപോവുകയാണ്. ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലെത്തുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്ന, നബിയേ, എന്നെ ഒന്ന് സഹായിക്കണേ നബിയേ, എന്നെ ഒന്ന് സഹായിക്കണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കിടന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന, മലക്കുകള്, ഈ മനുഷ്യൻ എന്ത് തെറ്റാ ചെയ്തത്? ഇവനെന്ത് പാപമാ ചെയ്തത്? ഈ ശിക്ഷിക്കാനുള്ള കാരണമെന്താ? അല്ലാഹുവിന്റെ റസൂൽ തെരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, വിശുദ്ധമായ റമളാൻ മാസത്തിനെ ബഹുമാനിക്കാത്തവനാണ് നബിയേ. പരിശുദ്ധമായ റമളാൻ മാസത്തിന് നൽകേണ്ട പവിത്രത നൽകാത്തവനാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് മലക്കുകൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഉപദ്രവിക്കുകയാണ്, മുഖത്തടിക്കുകയാണ്, വലിച്ചിടച്ചിട്ട് പോകുന്നില്ല. ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്നെ വിട്ടുകൊടുക്കില്ല നബിയേ, എനിക്ക് ആരുമില്ല നബിയേ, എന്റെ വാപ്പയില്ല, എന്റെ ഉമ്മയില്ല, എന്റെ മക്കളില്ല, എന്റെ ഭാര്യയില്ല, എന്റെ കൂടപ്പുറത്തോ കൂടെ നടന്നവരോ ആരുമില്ല നബിയേ. എല്ലാവരും കയ്യൊഴിഞ്ഞിരിക്കുകയാണ്, ഇവരെന്നെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നെ ഒന്ന് കയ്യൊടിയാതെ എന്നെ ഒന്ന് രക്ഷിക്കു നബിയേ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കടന്ന് പൊട്ടിക്കരയുമ്പോൾ അതാ കാരുണ്യത്തിന്റെ പ്രവാചകനുണ്ടല്ലോ, എന്റെ വിശാലത്തിന്റെ കയ്യങ്ങോട്ട് ഉയർത്തുകയാണ്. എന്നിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹ്, ഈ പാവപ്പെട്ടവരെ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങോട്ട് ദുആ ചെയ്യുമ്പോൾ വൈനാദിൽ മുനാദി ഖിബലിർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുന്നു, നബിയേ, ദുആ ചെയ്യണ്ട നബിയേ, അതിനു വേണ്ടി ശഫാഅത്ത് ചെയ്യണ്ട നബിയേ, അങ്ങയുടെ ശഫാഅത്ത് സ്വീകരിക്കില്ല നബിയേ, അങ്ങയുടെ ശഫാഅത്ത് സ്വീകരിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അല്ലാഹ്, എന്റെ ശഫാഅത്ത് സ്വീകരിക്കാത്തതെന്താ? അവിടെന്ന് പറയുന്ന, നബിയെ, തടയുന്നവര് വച്ചു നിൽക്കുകയാണ്, തടയുന്നവരാളിവിടെ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആരെന്ന് ചോദിക്കുമ്പോ പരിശുദ്ധമായ റമളാൻ മാസം ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ മുന്നിലേക്ക് റമളാൻ മാസം ഇറങ്ങി വന്നിട്ട് അവിടെന്ന് പറയുന്നു, നബിയേ, ഇതിനു വേണ്ടി ശഫാഅത്ത് ചെയ്യല്ലേ, ഇതിനു വേണ്ടി ശഫാഅത്ത് ചെയ്യല്ലേ. റമളാൻ മാസമായി ഞാൻ കടന്നു പോയിട്ട് പോലും നന്നാവാത്തവനാ, നോമ്പ് പിടിക്കാത്തവനാ, നിസ്കരിക്കാത്തവനാ, തറാവീഹ് നിസ്കരിക്കാത്തവനാ, ടിവി കണ്ടവനാണ്, പാതിരാത്രിയിൽ ആരുമറിയാതെ വീടിനകത്തിരുന്ന് സീരിയൽ കണ്ടവനാ, ഒരു സുന്നത്തിലൊരു പറയുന്ന കൂലി കിട്ടുന്ന മാസമല്ലേ, ഒരു പറഞ്ഞ 70 പറഞ്ഞിന്റെ കൂലിയല്ലേ, മലക്കുകൾ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുന്ന മാസമല്ലേ, എന്ത് ചോദിച്ചാലും പടച്ചവൻ തരുന്ന മാസമല്ലേ, ലക്ഷക്കണക്കിന് പേരെ പടച്ചവൻ നരകത്തിൽ നിന്ന് കയറ്റിയ മാസമല്ലേ. അല്ലാഹുവിന് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തിട്ട് എന്നെ അവഹേളിച്ചവനാണ് നബിയേ, എന്നെ പരിഗണിക്കാത്തവനാണ് നബിയേ. അതുകൊണ്ട് ദുആ ചെയ്യല്ലേ. അല്ലാഹുവിനോട് വിശുദ്ധ റമളാൻ പറയുകയാണ്, പടച്ച റബ്ബേ, ആർക്ക് സ്വർഗം കൊടുത്താൽ ഇവന് സ്വർഗം കൊടുക്കല്ല അല്ലാഹ്.
നമ്മളെ പടച്ചവന്റെ പരലോകത്ത് നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കൈയൊഴിയുകയാണ്. റമദാൻ കരഞ്ഞുകൊണ്ട് പറയുമ്പോ പ്രവാചകന് കൈയൊഴിയുകയാ. ആ അവസരത്തിൽ അല്ല പറയുന്നു, നബിയേ, അന്ന് കൈയൊഴിഞ്ഞവനെ എനിക്കും വേണ്ട, അന്ന് സഹായിക്കാത്തവനെ എനിക്കും ഞാനും സഹായിക്കില്ല. അവനെ വലിച്ചിടച്ച് നരകത്തിലേക്ക് മലക്കുകൾ വലിച്ചെറിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാൻ മാസം കളിക്കാനുള്ള മാസമല്ല. ഏത് മനുഷ്യനെയും നരകത്തിൽ നിന്ന് അവസാനം സ്വർഗത്തിൽ പോകുന്ന മനുഷ്യൻ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കാരണമാ സ്വർഗത്തിൽ പോകുന്നു. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് പോലും തടയാൻ റമദാൻ മാസത്തിന് കഴിവുണ്ട് സഹോദരങ്ങളെ, പവറുണ്ട്. കളിക്കല്ലേ, പാപങ്ങളെ ചെയ്യല്ലേ, കിടന്നുറങ്ങ്. അതാണ് ഏറ്റവും നല്ലത്. കിടന്നുറങ്ങിക്കോ. പാപങ്ങളെ ചെയ്ത് തമാശകൾ റമദാനിനെ പരിഗണിക്കാതെ അതിന് നിസാരമായി കണ്ടുകൊണ്ട് തെറ്റുകൾ ചെയ്ത അല്ലാഹുവിന്റെ സ്വർഗം നമുക്ക് കിട്ടൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒറ്റ ഹദീസ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാ, ഒരേ ഒരു ഹദീസ് മാത്രം പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ടവരെ, റമളാൻ മാസത്തിൽ ആരെങ്കിലും തെറ്റുകൾ ചെയ്താൽ, റമളാൻ മാസത്തിൽ ഏതെങ്കിലും മനുഷ്യൻ പാപം ചെയ്താൽ, സർവ്വ മലക്കുകളും അടുത്ത റമളാൻ വരെ അവനെതിരായി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. റമളാൻ മാസം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ അടുത്ത റമളാൻ വരെ സർവ്വ മലക്കുകൾ നമുക്ക് അനുകൂലമായി ദുആ ചെയ്യും. റമളാൻ മാസത്തിൽ തെറ്റ് ചെയ്താൽ അടുത്ത റമളാൻ വരെ സർവ്വ മലക്കുകൾ നമുക്കെതിരായി ദുആ ചെയ്യും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ തെറ്റ് ചെയ്ത മനുഷ്യൻ അടുത്ത റമളാനിന് മുമ്പ് മരണപ്പെട്ടാൽ അവന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു നല്ല കാര്യവും അല്ലാഹു സ്വീകരിക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. റമളാൻ മാസത്തിൽ തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യാത്തവനെ അടുത്ത റമളാനിന് മുമ്പ് നീ മരിച്ചാൽ നിനക്ക് നരകത്തിലെ തീറ്റുറപ്പാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. പടച്ചവൻ നമുക്ക് പൊരുത്തപ്പെട്ട് തരുമാറാകട്ടെ. അല്ലാഹുവിനോട് മഗ്ഫിറത്തിന്റെ 10ന്റെ അവസാന ദിവസമാണ്. ചെയ്തു പോയ ഈ ഇടത് തോളിൽ ഇരിക്കുന്ന മലക്കുകൾ എഴുതി വെച്ചിരിക്കുന്ന ആ മലക്ക് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം അത് കാലിയാക്കാൻ, അത് വെളുപ്പിക്കാൻ അല്ലാഹു 10 ദിവസം തന്നു. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. സമയം ഇനിയും നിനക്കുണ്ട്. അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തോ. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വർഗം വിളിക്കുന്ന ഒന്നാമത്തെ മനുഷ്യൻ അസ്സായിമീന ഫീ ശഹ്രി റമളാൻ, റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നവനെ സ്വർഗം വിളിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ വിഭാഗം. സമയം 11:50 വാങ്ങുണ്ട്. എന്തായാലും ഒരു കാര്യം, 2 നാളെ പറയാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കം വരുന്നുണ്ട് പലർക്കും, ഇല്ലേ? ഒന്ന് നേരെ ഇരുന്ന് എല്ലാവരും ഒന്ന് അനങ്ങിക്ക്. നേരെ ഇരി. നല്ല രസമുണ്ട് ഉറങ്ങാനില്ലേ? സ്വർഗത്തിൽ വന്നിരുന്ന് ഉറങ്ങുന്ന ആൾക്കാർ ആദ്യമായിട്ടാണ് സ്വർഗത്തിൽ. എല്ലാരും പകൽ കിടന്ന് ഖുർആൻ ഓതി ദിക്ർ ചെയ്ത് സ്വർഗം കിട്ടാൻ ആഗ്രഹിക്കുമ്പോൾ ഇവിടെ സ്വർഗത്തിൽ വന്നിരുന്ന് ഉറങ്ങുന്നവർ എന്താ രസമല്ലേ? സ്വർഗത്തിൽ ഇരുന്ന് ഉറങ്ങാൻ ഭാഗ്യം കിട്ടിയവരല്ലേ? അല്ലാഹു കാക്കുമാറാകട്ടെ. വേണ്ടല്ലോ. റമളാൻ മാസത്തിൽ അൽഹംദുലില്ലാഹ് നോമ്പൊക്കെ പിടിച്ചിരിക്കണമെന്ന് ഉറക്കമൊക്കെ കുഴപ്പമൊന്നുമില്ല. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൊന്നു ചങ്ങാതി, രാത്രി 1 മണിക്ക് നീ ഉണർന്നിരുന്നാൽ നിനക്ക് 1 ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞാൽ ഉറങ്ങുമോ? രാത്രി 1 മണിക്ക് നീ കണ്ണടയ്ക്കാതിരുന്നാൽ നിനക്ക് 1 ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞാൽ നമ്മളാരെങ്കിലും ഉറങ്ങുമോ? പടച്ചവനെ 12 മണിക്കേ പോയിരിക്കും. നമ്മളൊക്കെ 12 മണിക്ക് നമ്മൾ പോയിരിക്കും. പക്ഷെ സ്വർഗത്തിൽ വന്നിട്ട് നല്ല കാര്യം പറയുമ്പോ എന്താ രസം ഉറങ്ങാനല്ലേ? ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല. എന്നും നരകവും കബറും മരണവും സ്വർഗവും, ഇതല്ലാതെ വേറെ ഒന്നുമില്ല. ഇരുന്ന് ഉറങ്ങും. അപ്പൊ നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് സ്വർഗം വിളിക്കുന്ന രണ്ടാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വർഗം വിളിക്കുന്ന രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? വഹിഫുൽ ലിസാൻ. തന്റെ നാവിനെ സൂക്ഷിക്കുന്നവളുണ്ടല്ലോ, അവളെ അല്ലാഹുവിന്റെ സ്വർഗം വിളിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി.
തന്റെ നാവിനെ സൂക്ഷിക്കണം. അത് ഉസ്താദെ കള്ളു കുടിക്കരുതെന്ന് പറയാൻ പറ്റും, വ്യഭിചരിക്കരുതെന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റും. പക്ഷെ ഈ സാധനത്തിനെ സൂക്ഷിക്കാൻ എന്നെയും നിങ്ങളെയും കൊണ്ട് പറ്റൂല. നമ്മൾ നോമ്പിടിക്കല്ലേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരിക്കും, പ്രതിഫലം ആർക്കെങ്കിലും കൊടുക്കും, പ്രതിഫലം ആർക്കെങ്കിലും നമ്മൾ കൊടുക്കും. ഇങ്ങനെ നമുക്കൊരു സ്വഭാവം, നമ്മളങ്ങനെ ആയിപ്പോയി. പള്ളി വരും വേച്ച് നടന്ന് അല്ലാഹുവേ രോഗിയാ കഷ്ടപ്പെട്ട് വരുന്ന കണ്ട വിഷമം തോന്നും. പള്ളി വന്ന് നിസ്കരിച്ചിട്ട് അവസാനം ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ പടിയിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറയും, ആരെങ്കിലും കുറിച്ച്. ഒന്നീ പള്ളിയിലെ ഹത്തീബ് അല്ലെങ്കിൽ മോദി സാഹിബ്, നാട്ടുകാർ ആർക്കെങ്കിലും ആ പ്രതിഫലം അവിടെ തന്നെ കൊടുത്തിട്ട് ഇറങ്ങിപ്പോ. നമ്മുടെ ഓരോരുത്തരുടെ സ്വഭാവം അങ്ങനെ, പച്ചയിറച്ചി തിന്നുന്നൊരു സ്വഭാവം, അതിനൊരു കുഴപ്പമില്ലല്ലോ. തിന്നോണ്ടിരിക്കല്ലേ, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയല്ലോ, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. വാട്സപ്പിന്റെ കാലമാണല്ലോ, വാട്സപ്പിന്റെ കാലം. കാള പറ്റുമെന്ന് പറയുന്നത് കയറെടുക്കുന്നത് പോലെ വാട്സപ്പിൽ ഒരു വാർത്ത വന്നാൽ അത് സത്യമാണോ നോക്കൂല, ഉടനെ ഗ്രൂപ്പുകൾ മുഴുവനും സെൻഡ് അങ്ങോട്ട് ചെയ്യല്ലേ, വാരി പറക്കി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെ എത്തി നിൽക്കുന്നു ഞാനും നിങ്ങളും, എവിടെ എത്തി നിൽക്കുന്നു? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്, ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും, എല്ലാം പറഞ്ഞിട്ട് അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്, അതാ സഹിക്കാൻ പറ്റാ. എല്ലാം പറഞ്ഞിട്ട്. എന്റെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ പെണ്ണ് കാണാൻ പോയി, പെണ്ണൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പയ്യന്റെ സ്വഭാവത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഒരാൾ വന്നു. അപ്പൊ പള്ളിയുടെ അടുത്തൊരു കട ഇരിപ്പുണ്ട്, ഒരു ബേക്കറി ഇരിപ്പുണ്ട്. അവിടെ കയറിയിട്ട് ചോദിച്ചു, ആ ചെറുപ്പക്കാരൻ എങ്ങനെയുണ്ട്, സ്വഭാവമൊക്കെ നല്ല പയ്യനാണ്. ഉടനെ അവിടെ നിന്ന് ഉപ്പ പറയാ, ഞാൻ അവനെ കുറിച്ച് വല്ലതും പറഞ്ഞു തരണം, ഇനി അവനത് അറിയണം. കള്ളും കുടിച്ച് കഞ്ചാവ് അടിക്കുന്നവന്റെ കൂട്ടുകാരനെ പിടിച്ചിട്ട് വന്ന് ഈ കടയൊക്കെ തല്ലി പൊട്ടിക്കണം. ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ആവശ്യമില്ലാത്തൊക്കെ എനിക്കൊന്നും അറിയില്ല, വേറെ ആരോടെങ്കിലും പോയി ചോദിക്കാൻ. ഇനി അങ്ങനെ എന്തെങ്കിലും പറയണമെന്നുണ്ടോ? അവൻ കള്ളു കുടിക്കുന്ന, അവന്റെ കൂട്ടുകാർ കഞ്ചാവ് അടിക്കുന്നവൻ, അവൻ വീട് കയറി അടിക്കുന്നവൻ, ഇത്രയും പറഞ്ഞിട്ടാ പറയണത്, എനിക്കൊന്നും അറിയില്ല, വേറെ ആരോടെങ്കിലും പോയി ചോദിക്കാൻ. നമ്മളതൊക്കെ തന്നെയല്ലേ, ഇതിനങ്ങോട്ട് പറയും, പറഞ്ഞെല്ലാം പറഞ്ഞിട്ട് പറയും, എന്തിനാ നോമ്പും പിടിച്ചോണ്ട് വല്ലവന്റെയും പച്ചയിറച്ചിന്നെ ഉണ്ടായി വേറെ പണി നോക്കും. എല്ലാം പറഞ്ഞിട്ടാ പറയണേ, എല്ലാം പറഞ്ഞിട്ടാ ഇത് പറയുന്നത്. ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞ് അതിലെല്ലാരും കണക്ക് തന്നെ. ഉസ്താദന്മാരും കണക്കാ, ദാടിയുള്ളവനും ദാടി ഇല്ലാത്തവനും നിസ്കാരത്തഴമ്പുള്ളവനും എല്ലാവരും. റോഡിൽ കുഴിയെടുക്കുന്നവനും പള്ളിയിലെ ഖത്തീബും ഒരേ ലെവലായി ഈ വിഷയത്തിൽ. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പറയുന്ന വിഷയത്തിൽ എല്ലാവരും ജാഹിലും ആലിമും സമം തന്നെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹർ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ, നിങ്ങളുടെ നാട്ടിലും മഹർ, കാസർഗോഡ് മഹർ, ഹദ്ദാദ് നഗറിലെ മഹർ എന്തായിരുന്നു പബ്ലിസിറ്റി, പടച്ചവന് എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു. നമുക്കൊക്കെ വഴുതു പറയണമെങ്കിൽ നൗഷാദ് ബാക്കവിയെക്കാളും കബീർ ബാക്കവിയെക്കാളും കൂടുതൽ പൈസ മേടിച്ച ആള് ഞാനാണ്. കണക്ക് നോക്കുമ്പോൾ അവരെക്കാളും ടോപ്പിൽ ഞാനാണ് നിന്നത്. ആദ്യം EP അബൂബക്കർ അൽ കാസിമി, അതിനുശേഷം സിറാജുദ്ദീൻ, ഞങ്ങൾ രണ്ടുപേരും പത്തനാപുരംകാർ, ഒരേ കൂട്ടുകാരും. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയായിരുന്നു. അതിന് മനസ്സിലാക്കേണ്ടത്, അള്ള വളർത്തിയ ഒരു മനുഷ്യനെ വല്ലാതെ വളർത്തും, താഴ്ത്തിയ ഭൂമി പോവും. തിരുവനന്തപുരം വരെ അറിയപ്പെട്ടു മഹർ, ഹദ്ദാദ് നഗറിലെ മഹർ. എന്ത് പബ്ലിസിറ്റി ആയിരുന്നു. ഇനി ഒരു 500 പെണ്ണുങ്ങളെ ഓസിന് കെട്ടിച്ചാൽ ഇത്രയും പബ്ലിസിറ്റി കിട്ടും. കഴിഞ്ഞു അവരുടെ കാലം. സ്നേഹത്തോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനാണെങ്കിൽ ഒരു വീട്ടിലാണ് കടന്നത്. ഞാനാണെങ്കിൽ സലീം എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലാണ് കടന്നത്. എനിക്ക് 22,000 രൂപ എന്റെ ഭക്ഷണവും താമസത്തിന്റെയും പൈസ എഴുതിയിട്ടുണ്ട്. അത് ആരെടുത്തെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആ കണക്ക് ആരാ മുക്കിയെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ കണക്കെടുക്കുമ്പോഴേ ഇത് ഞാൻ ഇന്നുവരെ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. എന്റെ ആവശ്യം എനിക്കില്ല. കാരണം എന്തെന്നറിയോ, മറുപടി പറഞ്ഞാൽ പിന്നെ ഞാനും അവനും തമ്മിൽ എന്ത് വ്യത്യാസമല്ല. ഞാൻ എന്റെ ഉസ്താദിനോട് വിഷയം പറഞ്ഞപ്പോൾ ഉസ്താദ് എന്നോടൊരു കഥ പറഞ്ഞു തന്നു. ഉസ്താദ് പറഞ്ഞു തന്നു, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പ്രതികരിക്കരുത്, പ്രതികരിച്ചാൽ പോയി. എന്തെന്നറിയോ, മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ രണ്ടുപേരും ഇരിക്കാം. ഒരു മനുഷ്യൻ കയറി വന്നിട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങി. ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കാം. രണ്ടുപേരും മിണ്ടാതെ ഇരുന്നു. കുറെ സമയം കഴിഞ്ഞപ്പം അബൂബക്കർ തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നബി ചീത്ത വിളിക്കുന്നുണ്ട്. ചാടി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് തിരിച്ച് 4 അങ്ങോട്ട് പറഞ്ഞു. ആ മനുഷ്യൻ മിണ്ടാതെ എന്നെ തിരിച്ചുപോയി. അള്ളാന്റെ റസൂൽ ഇതിന് ചിരിക്കാൻ തുടങ്ങി. പ്രവാചകൻ ഇരുന്ന് ചിരിക്കാം. അബൂബക്കർ തങ്ങൾ ചോദിച്ചു, നബിയെ, അവൻ ചീത്ത വിളിച്ചപ്പോ മിണ്ടാതെ ഇരുന്ന്, ഞാൻ തിരിച്ചു വിളിച്ചപ്പോ എന്തേ ചിരിച്ചേന്ന്. ഞാൻ തിരിച്ചു പറഞ്ഞപ്പോ എന്തേ നബിയെ ചിരിച്ചേന്ന്. അപ്പൊ പറഞ്ഞു, അബൂബക്കറെ, നമ്മൾ മിണ്ടാതെ ഇരുന്ന സമയത്ത് ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വന്നിട്ട് അവനെ ശപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ എപ്പം മറുപടി പറയാൻ തുടങ്ങുന്നു അപ്പോൾ മലക്കുകൾ കയറി അവരുടെ പണിക്കങ്ങ് പോയി. പിന്നെ നിങ്ങൾ തമ്മിലായിക്കോട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചു പറയാൻ തുടങ്ങിയാൽ കഴിഞ്ഞു. പിന്നെ അള്ളാഹ് നമ്മളെ സഹായിക്കില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പറയുന്നവർ പറഞ്ഞുകൊണ്ട് നടക്കട്ടെ. എനിക്ക് സ്വർഗത്തിൽ പോകുന്ന ഒരു ഉറപ്പുമില്ല. എനിക്ക് സ്വർഗത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യം കൊണ്ട് എന്തായാലും ഞാൻ സ്വർഗത്തിൽ പോകില്ല. പക്ഷെ ഇപ്പം ചെറിയ വിശ്വാസം കൊണ്ട് പോകുന്നു. കാരണം എന്തേ, മറ്റുള്ളവർ തരികയില്ലേ, അവരും കൂടെ എന്നെ എങ്ങനെയെങ്കിലും കടത്തിവിടാൻ വേണ്ടി തരികയല്ലേ. അള്ളാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത്, ഒരു വിഷയം കിട്ടിയാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ
جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ച കൂട്ടരെ, ഇൻ ജാഅകും ഫാസിഖുൻ, ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ, അവന് താടിയുണ്ടാകാം, നിസ്കാര തടമ്പുണ്ടാകാം, ആദിയാരായിരിക്കാം, പള്ളിയിലെ ഉസ്താദായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പർവ്വതരിച്ച് നടക്കുന്നവളായിരിക്കാം, കയ്യിലെ തസ്ബീഹും പിടിച്ച് ദിക്ർ പറഞ്ഞുകൊണ്ട് നടക്കുന്നവളായിരിക്കാം. ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. അള്ളാന്റെ ഖുർആൻ പറയാ, ഏതെങ്കിലും ഒരു വൃത്തികെട്ടവൻ, ഒരു പാവി, ഇൻ ജാഅകും ഫാസിഖുൻ, ഒരുത്തൻ വന്ന് നിന്റെ അടുക്കൽ ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മോനെ നീ വിശ്വസിക്കല്ലേ, അതിന്റെ സത്യം എന്താണെന്ന് നീ മനസ്സിലാക്കണം, എന്നിട്ടേ മറ്റുള്ളവരോട് പറയാവൂ. അല്ലാതെ പറഞ്ഞു പരത്തിയിട്ട് അവസാനം വാട്സപ്പ് മുഴുവനും നിരത്തിയിട്ട് അള്ളാഹുവേ ഇത് വെറുതെയാണല്ലോ എന്ന് മനസ്സിലാക്കുമ്പോൾ നിന്റെ കൈ വായിക്കകത്തിട്ട് കടിക്കേണ്ടി വരുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്തെങ്കിലും കിട്ടിയാ പിന്നെ കൊടുങ്കാറ്റടിക്കണ പോലെയല്ലേ, കൊടുങ്കാറ്റടിക്കണ പോലെയല്ലേ, പരത്തുകയല്ലേ, കള്ളത്തരങ്ങൾ പറഞ്ഞു പരത്തുകയല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അല്ലാഹുവിന്റെ റസൂൽ സൂര്യ നമസ്കാരം കഴിഞ്ഞിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പൊന്നുമകളെ ഫാത്തിമ റളിയല്ലാഹു തആല കടന്നു കൊല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, എന്ത് പറ്റി നബിയേ, എന്തിനാണ് ഇപ്പായിരുന്ന് കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മോളെ ഫാത്തിമ, ഇന്നലെ നരകത്തിൽ എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കാണുകയാ. അവരുടെ കോലമുണ്ട്, തല പന്നിയുടെ തല പോലെ ഇരിക്കുകയാണ്, ശരീരം കടിയുടെ ശരീരം പോലെ ഇരിക്കുകയാ. അവര് നരകത്തിൽ കിടന്ന് കരയുകയാണ്, അവര് നരകത്തിൽ കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, പന്നിയുടെ തലയിൽ കടിതയുടെ രൂപവുമുള്ള ഈ വൃത്തികെട്ടവരാരാണിപ്പാ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഫാത്തിമ, അത് അപവാദങ്ങൾ പറഞ്ഞവരാ, കള്ളത്തരങ്ങൾ പറഞ്ഞു പരത്തിയവരാ. അവരുടെ കോലം നാളെ നരകത്തിൽ ഇതുപോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പന്നിയുടെ തല, കഴുതയുടെ ശരീരം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നോമ്പ് പിടിച്ചത് വെറുതെയാകാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇടയിൽ ചിരിച്ച് കളിച്ചിരിക്കും, എന്നിട്ട് പോയി പണിയുന്ന ആൾക്കാരുണ്ടല്ലോ, കൂടെ നിന്നിട്ട് കാലുവാരുന്നത്. നാളെ പടച്ചവന്റെ പരലോകത്ത് ഏറ്റവും വലിയ വൃത്തികെട്ട ശിക്ഷ കിട്ടുന്ന ആർക്കാന്നറിയാം? നാളെ പടച്ചവന്റെ കോടതിയിലെ ഏറ്റവും വലിയ വൃത്തികെട്ട ശിക്ഷ കിട്ടുന്നത് കള്ളുപിടിക്കനോ പെണ്ണുപിടിക്കനോ വ്യഭിചാരിക്കോ കാഫിറിനൊന്നുമല്ല. ഏറ്റവും വലിയ വൃത്തികെട്ട ശിക്ഷ പരസ്പരം അവിടെ ഇവിടെ നിന്നിട്ട് ഇടയിൽ നിന്നിട്ട് അങ്ങോട്ട് കലക്കുന്നവനുണ്ടല്ലോ, രണ്ട് മുഖമുള്ളവൻ. പച്ച മലയാളത്തിൽ പറഞ്ഞ രണ്ട് തന്തയുടെ സ്വഭാവം കാണിക്കുന്നവെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നു എനിക്കറിയില്ല. ഇവിടെയും നിൽക്കും അവിടെയും നിൽക്കും, ഇവിടെ വന്ന് ഇങ്ങോട്ട് നിൽക്കും, അപ്പുറത്ത് പോയി കലക്കുന്ന സ്വഭാവം. ആ രണ്ട് ഭാഗത്തും നിന്നിട്ട് കലക്കുന്ന രണ്ട് മുഖമുണ്ടവനുള്ളല്ലോ, അവനാണ് നാളെ പടച്ചവന്റെ കോടതിയിലെ ഏറ്റവും വലിയ വൃത്തികെട്ട ശിക്ഷ കിട്ടുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിസ്സാരമായി കാണുന്ന പാവ കള്ളു കുടിച്ച റബ്ബ് പുറത്തു. കള്ളു കുടിച്ച ഒരു മനുഷ്യൻ അള്ളാഹിനോട് തൗബ ചെയ്താൽ പടച്ചവൻ പുറത്തു കൊടുക്കും. വ്യഭിചരിച്ച് ഈ നാട്ടിലെ ഒരു വ്യഭിചാരി, അവൻ അള്ളാഹിനോട് തൗബ ചെയ്താൽ പടച്ചവൻ പുറത്തു കൊടുക്കും. പലിശ കച്ചവടക്കാരൻ, അവൻ റമളാൻ മാസത്തിൽ തൗബ ചെയ്ത് മടങ്ങി അള്ളാഹു പുറത്തു കൊടുക്കും. എന്തിന്? ശിർക്ക് ചെയ്തവന് പോലും അള്ളാഹു ഉദ്ദേശിച്ച പുറത്തു കൊടുക്കും. കാഫിറിന് പോലും അള്ള പുറത്തു കൊടുക്കുമല്ലോ. പക്ഷേ പടച്ചവൻ പുറത്തു കൊടുക്കാത്ത ഒരുത്തനുണ്ട്. ആരാന്നറിയും? ഈ നാട്ടിലെ കള്ളുകുടിയനല്ല ഏറ്റവും വലിയ പാവി, വ്യഭിചാരിയല്ല, പലിശ തിന്നുന്നവനല്ല, അവനെക്കാളും വൃത്തികെട്ട ഒരുത്തനുണ്ട്. അള്ളാഹു അവനിൽ നിന്ന് നമ്മളെ കാക്കുമാറാകട്ടെ. ഈ നാട്ടിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവൻ ആരാന്നറിയും? ഏറ്റവും വലിയ ഭാവി ആരാ? കള്ളുകുടിയനാണോ? ഒരിക്കലും അല്ല. നിസ്കാരത്തഴമ്പുണ്ട്, നിസ്കാരത്തഴമ്പ് കാണും. എന്റെ പ്രിയപ്പെട്ടവരെ, താടിക്ക് നീളം കൂടുതലായിരിക്കും, 5 നേരവും പള്ളിയിൽ വന്ന് സ്ഥിരിക്കുന്ന ആളായിരിക്കും, പർദ്ദ ധരിച്ചവളായിരിക്കും, തസ്ബീഹും കൈ വെച്ചോണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് നടക്കണ താത്തായിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ വൃത്തികെട്ടവരാരാ?
എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലിരിക്കുന്നതിൽ ഏറ്റവും വലിയ വൃത്തികെട്ടവരാരാ? ഈ സദസ്സിലിരിക്കുന്ന കള്ളുപിടിയനല്ല, ഈ നാട്ടിലുള്ള പെണ്ണുപിടിയനല്ല, വൃത്തികെട്ടവന്മാരല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഈ നാട്ടിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവരാരാ? മഹാനായ അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി പറഞ്ഞു തരികയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിനകത്തേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ തെരഞ്ഞു വിളിച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവിന്റെ വീടിനകത്തേക്ക് കടന്നു വരികയാ. അള്ളാന്റെ റസൂലിന്റെ വീടിനകത്ത് വന്നിരുന്ന് പൊട്ടിക്കടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാന്റെ റസൂൽ ചോദിച്ചു, ഉമറേ, എന്തിനാ കരയുന്നത്? ആരാണ് നിന്നെ വേദനിപ്പിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോൾ അവിടെ കിസ്റയെയും കൈസറയെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, നബിയേ യാ റസൂലല്ലാഹ്, ഒരു ചെറുപ്പക്കാരനിരുന്ന് കരയുകയാണ് നബിയേ. ഒരു ചെറുപ്പക്കാരനിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. നെഞ്ചുപൊട്ടിയിട്ട് കരയുന്നത് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. അറിയാതെ എന്റെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. ഒരു ചെറുപ്പക്കാരന്റെ കരച്ചിൽ കണ്ടിട്ട് കരയുകയാണെന്ന് റസൂലിനോട് മഹാനായ ഇവരുടെ ഭർത്താവ് തങ്ങളെ പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനെ വിളിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീടിനകത്തേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്ന, പെണ്ണുപോരെ, കരയാൻ തുടങ്ങിയിട്ട് നാളുകളായല്ലോ, എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? എന്തിനാണ് ഇതുപോലെ നീ കിടന്ന് കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോൾ അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ പൊതിഞ്ഞ് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് പള്ളികൾ കൊണ്ടുപോയി വിസ്തരിച്ചിട്ട് 6 മണ്ണിനകത്തേക്ക് മയ്യത്തിറക്കി വെക്കുകയാ. 6 മണ്ണിന്റെ കബറിനകത്തേക്ക് മയ്യത്തിറക്കി വെക്കുകയാ. എന്നിട്ട് എല്ലാവരും കബറിന്റെ മുകളിൽ നിന്ന് പിടിമണ്ണ് വാരി എറിയുമല്ലോ. ഒരു പിടിമണ്ണിങ്ങനെ 3 പിടിമണ്ണ് വാരുമല്ലോ. എല്ലാവരും കബറിനകത്തേക്ക് പിടിമണ്ണ് വാരി എറിഞ്ഞ് കബറിന്റെ ഭാഗത്തു നിന്ന് മടങ്ങിപ്പോകുമ്പോ നബിയേ, ആ കബറിന്റെ മുകളിൽ ഒരു അടയാളം വെക്കുകയാണ്. കബറ് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു അടയാളം വെക്കുകയാ. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് പോയി പാതിരാത്രിയുടെ നിശബ്ദതയിലെ ജനങ്ങൾ എവിടെ ഉറങ്ങിയെന്ന് മനസ്സിലാക്കുമ്പോൾ കണ്ടുപിടിക്കുന്ന ആയുധമെടുത്തുകൊണ്ട് പള്ളിക്കാട്ടിൽ അടയാളം വെച്ച് കബറിന്റെ ദൂരത്ത് വന്നിട്ട് മണ്ണങ്ങോട്ട് വെട്ടിമാറ്റുകയാ. മണ്ണുകളെ വെട്ടിമാറ്റുകയാ. എന്നിട്ട് പലകയിലെടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് കബറിനകത്തേക്ക് ഇറങ്ങുകയാണ്. അന്ന് കയ്യിൽക്കിടക്കിയിരിക്കുന്ന കബറിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫന്തുണികൾ ഓരോന്നായി അടിച്ചു മാറ്റുകയാ. ഓരോ കഫന്തുണികളെ മോഷിക്കുകയാണ്. കഫന്തുണി മോഷിച്ചു കഴിയുമ്പോൾ കബറ് മണ്ണിട്ട് മൂടിയിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നുകൊണ്ട് കഫന്തുണി കഴുകി ശുദ്ധിയാക്കി തേച്ച് അതാ കമ്പോളത്തിൽ കൊണ്ട് വിൽക്കുന്ന ജോലിയാണ് നബിയേ. എന്റെ നാട്ടിൽ കിടക്കുന്ന എത്രയോ കബറാളികൾ അവര് നഗ്നരാണ് നബിയേ. അവരുടെ ഉടുപിടി മോഷിച്ചവനാ, അവരുടെ കഫന്തുണി മോഷിച്ചവനാ. അവർ ഔറത്ത് പോലും മറയ്ക്കാതെ കബറിനകത്ത് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് കരഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറയുമ്പോൾ അവിടെ നിന്ന് പറയുന്നു, പൊന്നുപോരെ, കരയല്ലേ പൊന്നുപോരെ. പാതിരാത്രിയുടെ നിശബ്ദതയിൽ പടച്ചവന്റെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്താൽ അല്ലാഹുവിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ പുറത്തു വരുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സമാധാനിപ്പിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ കരച്ചിലിരുന്നില്ല. പിന്നെയിരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ കരയുന്നത്? അവിടെ നിന്ന് പറയുന്നു, നബിയേ, ഈ പാവമല്ല നബിയേ, ഇതിനെക്കാളും കൊടുമ്പാവം ചെയ്തവരാ. എന്തെന്ന് ചോദിക്കുമ്പോ പൊട്ടിക്കടന്നുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് ലോകത്തിന്റെ നേതാവിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ നാട്ടിലൊരു സാലിഹത്തായ പെണ്ണ് മരിച്ചു നബിയേ. ഏത് ചെറുപ്പ
ചെറുപ്പക്കാരനും കണ്ടാൽ ആഗ്രഹിച്ചു പോകുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ഏറ്റവും വലിയ ഗ്രാമറുള്ള പെണ്ണ് മരിച്ചു നബിയേ. ആ പെണ്ണിന്റെ മയ്യത്ത് വെളുപ്പിച്ച് കബന്ധതിഞ്ഞ് പള്ളികൾ കൊണ്ടുവന്ന് നിസ്കരിച്ചിട്ട് 6 മണിനകത്ത് മയ്യത്തിറക്കി വെച്ചിട്ട് കബറിന്റെ മുകളിൽ അടയാളം വെച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാ. പാതിരാത്രിയുടെ നിശബ്ദതയിൽ കബറുമാകാൻ വരികയാ. കബറിനടുക്കലേക്ക് കടന്നു വന്നിട്ട് കബറങ്ങോട്ട് പച്ചമണ്ണങ്ങോട്ട് വെട്ടിമാറ്റുകയാണ്. പച്ചമണ്ണ് വെട്ടിമാറ്റുകയാ, പലകികളെടുത്ത് മാറ്റുകയാ, കബറിനകത്തേക്ക് ഇറങ്ങുകയാ. ആ സുന്ദരിയായ പെണ്ണിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കബന്ധനികൾ ഓരോന്നായി അടിച്ചു മാറ്റിയുമ്മ. കബന്ധനികൾ അടിച്ചു മാറ്റിയിട്ട് കബറിന്റെ മുകളിൽ കയറിയിട്ട് പഴയതുപോലെ കബറ് മണ്ണിട്ട് മൂടുകയാ. എന്നിട്ട് മീസാങ്കല്ലുകൾ നിരത്തി വെച്ചിരിക്കുന്ന ഹൈലാൻഡ് ചെടികളുള്ള പള്ളിക്കാറ്റിലൂടെ ആ കബറിസ്ഥാനിലൂടെ നടന്നിങ്ങനെ പോവുകയാ. കുറച്ചെന്ന് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് വികാരം കടന്നു വന്നിരുവിയേ, എന്റെ മനസ്സിലേക്ക് ആഗ്രഹം കടന്നു വന്നിരുവിയേ. കബറിനകത്തൊരു നൂൽബന്ധം പോലുമില്ലാതെ കബറിനകത്ത് കിടക്കുന്ന പെണ്ണിന്റെ ശരീരം എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നിരുവിയേ. കബറിന്റെ ഭാഗത്തെ ഓടുകയാ, കബറിന്റെ ഭാഗത്തെ ഓടുകയാ. രണ്ടാമതും കബറ് മാറ്റുകയാണ്, കബറിൽ മണ്ണ് വെട്ടി മാറ്റുകയാ. വികാരത്തോടെ പലകികളെടുത്ത് മാറ്റുകയാ. എന്നിട്ട് മാറുന്നോ കബറിനകത്തേക്ക് ഇറങ്ങിയിട്ട് കബറിനകത്ത് മരിച്ചു കിടക്കുന്ന പെണ്ണിന്റെ മയ്യത്തില് ഞാൻ വ്യതിചരിച്ചു രവിയേ. ഭർത്താവ് വേളം വെച്ച് വീട് പോവുകയാ. അത് കേൾക്കാറുള്ള ധൈര്യം ഉമറുൽ ഖത്താബിനില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകാലുകളിലൊന്ന് വിറയ്ക്കുകയാ. കാരണം കബറല്ലേ, കബറല്ലേ, ആരും അല്ലാതെ കരഞ്ഞുപോയ കബറല്ലേ, കബറിനകത്ത് കിടന്ന് മരിച്ച മയ്യത്തിലല്ലേ പള്ളിക്കാട്ടിലിട്ട് വ്യതിചരിച്ചത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകാലുകൾ വിറയ്ക്കുകയാ. പ്രവാചകരോട് പൊട്ടിക്കിടന്നുകൊണ്ട് ആ ചെറുപ്പക്കാരെ ചോദിക്കുന്നു നബിയേ, യാ റസൂലല്ലാഹ് അല്ലാഹു എനിക്ക് പുറത്തു വരുമോ നബിയേ, അല്ലാഹു എനിക്ക് പുറത്തു വരുമോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ചെറുപ്പക്കാരാ തൗബ ചെയ്യുമോനെ, അല്ലാഹുവോട് തൗബ ചെയ്യടാ, പടച്ചവൻ നിനക്ക് പുറത്തു വരും. ഉമറുൽ ഖത്താബ് തങ്ങളുടെ ബോധം വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് എന്ത് വലിയ പാപമാനവിയെ അന്ന് പുറത്തു കൊടുക്കൂ. മരിച്ച മയ്യത്തിനെ കബറിനകത്തിട്ട് വ്യഭിചരിച്ചവനല്ലേ അല്ല പുറത്തു കൊടുക്കുവോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഉമറേ ഇവൻ അല്ല പുറത്തു കൊടുക്കും, പക്ഷേ പടച്ചവൻ പുറത്തു കൊടുക്കാത്ത ഒരുത്തനുണ്ട്. ആർക്ക് പടച്ചവൻ പുറത്തു കൊടുക്കും, അല്ല പുറത്തു വരാത്ത ഒരുത്തനുണ്ട്. അവനാരെന്നറിയുവോ? അവനാരെന്നറിയുവോ? എന്റെ മുസ്ലിമായ കൂടപ്പുറത്തിന്റെ പച്ചയിറച്ചി തിന്നുന്നവനുണ്ടല്ലോ, അവൻ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല, അവൻ അതിർലസ്വത കെട്ടിപ്പിടിച്ചിട്ട് കാര്യമില്ല, അവന് പള്ളിക്ക് കൊടുത്തിട്ട് കാര്യമില്ല, അവൻ എത്ര പെണ്ണുങ്ങളെ കെട്ടിച്ചു കൊടുത്തിട്ട് കാര്യമില്ല, അവന് പള്ളിയിൽ നോമ്പ് ധരിപ്പിച്ചിട്ട് കാര്യമില്ല. അവൻ അല്ലാഹുവിന്റെ സ്വർഗം വേണോ? അവൻ ആരെ കുറിച്ചാണോ പറഞ്ഞത്? അവന്റെ കാല് പിടിച്ച് പൊരുത്തം ചോദിക്കാതെ അവന് പടച്ചവന്റെ സ്വർഗം കിട്ടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാട്ടുകാരെ മുഴുവനും പരദൂഷണവും ഏസനയും പറഞ്ഞിട്ട് ഇല്ലാത്തയൊക്കെ പറഞ്ഞു പരത്തിയിട്ട് നീ കഅബയിൽ പോയിട്ട് ഒരു കാര്യമില്ലെന്ന്, അവിടെ പോയി ഹജറുൽ അസ്വദ് കെട്ടി 500 പ്രാവശ്യം മുത്തം വെച്ചിട്ട് നിന്റെ പാവം അല്ല പുറത്തില്ല. നീ അവിടെയല്ല പോകേണ്ടത്, നീ അവിടെയല്ല പോകേണ്ടത്. ആരെ കുറിച്ചാണോ നീ പറഞ്ഞത്? ആ പാവപ്പെട്ടവന്റെ കാല് പിടിച്ച് പൊരുത്തം ചോദിക്കണം. ഞാൻ താജുദ്ദീൻ ഉസ്താദിനെ കുറിച്ച് മോശമായിട്ട് ഇവിടെ മുഴുവനും പറഞ്ഞു പരത്തിയിട്ട് ഞാൻ അങ്ങ് പോയി ഹജ്ജ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആദ്യം പാവപ്പെട്ടവനോട് പൊരുത്തം ചോദിക്കണം, പാവപ്പെട്ടവനോട് പൊരുത്തം ചോദിക്കണം, എന്നിട്ട് അവിടെ പോയിട്ടേ കാര്യമുള്ളൂ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതം വളരെ ചുരുങ്ങിയതാണ്. ജീവിതം ആരുടെ മുന്നിലാ വാശി കാണിക്കണേ? എന്ത് നേടാനാ നമുക്ക്? എന്റെ പ്രിയപ്പെട്ടവർ, ഈ ജീവിതം കൊണ്ട് എന്ത് നേടാനാ? ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ലല്ലോ ഈ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിന് എന്ത് വിലയുള്ള? ആരുടെ മുന്നിലാണ്? ഈ വ്യാഴാഴ്ച ദിവസം ഞാൻ പള്ളിയിൽ, എന്റെ പള്ളിയിൽ വ്യാഴാഴ്ച ദിവസം ഞാൻ ളുഹർ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ, ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എന്റെ പള്ളിയിലെ മയ്യത്ത് കട്ടിൽ തുടച്ചുകൊണ്ടിരിക്കുക.
എന്റെ പ്രിയപ്പെട്ടവരെ, ആംബുലൻസിനകത്ത് മയ്യത്ത് കൊണ്ടുപോകുന്നത് മയ്യത്ത് കെട്ടിൽ അങ്ങനെ എടുക്കാറില്ല. മയ്യത്ത് കെട്ടിൽ എടുക്കാറില്ല. പൊടിയടിച്ചിരിക്കുന്നത് കണ്ടപ്പോ ചെറുപ്പക്കാരെങ്ങനെ മയ്യത്ത് കെട്ടിൽ ഇങ്ങനെ കഴുകുക, തുണി കൊണ്ട് ഇങ്ങനെ തുടയ്ക്കുമ്പോ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? സാധേ പൊടിയടിച്ചിരിക്കുക, നമ്മുടെയൊക്കെ വാഹനമാണല്ലോ സാധേ. ഇത് അടിച്ചിരിക്കണ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നും. നമ്മുടെ വീടും വാഹനമൊക്കെ നമ്മൾ വൃത്തിയാക്കും. ഈ റമദാൻ മാസത്തിൽ ഇതിങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നി. 28 വയസ്സുള്ള ചെറുപ്പക്കാരൻ, തന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. 8.5 മാസമായി. തന്റെ ഭാര്യ 8 മാസം കഴിഞ്ഞു. 28 വയസ്സുള്ള ചെറുപ്പക്കാരൻ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മയ്യത്ത് കെട്ടിൽ കഴുകി വൃത്തിയാക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പിറ്റേ ദിവസം ജുമയ്ക്ക് രാവിലെ വെള്ളിയാഴ്ച ഒരു വാർത്ത കേട്ടു. ഞാൻ ജുമയ്ക്ക് പള്ളിയിൽ പോയപ്പോ ഇന്നലെ മയ്യത്ത് കെട്ടിൽ തുടച്ചു വെച്ചത് അവന് വേണ്ടിയാണെന്ന് ആ പൊന്നുമോൻ അറിഞ്ഞില്ല. 28 വയസ്സുള്ള ആ പൊന്നുമോൻ അറിഞ്ഞില്ല. എന്റെ മയ്യത്ത് കൊണ്ടുവരാൻ വേണ്ടിയാ ഞാൻ ഈ മയ്യത്ത് കെട്ടിൽ കഴുകി ചുട്ടിയാക്കിയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമദാനിന്റെ 17-ാം രാവിലെ വെള്ളിയാഴ്ച ജുമയ്ക്ക് മുമ്പ് ആ പൊന്നുമോന്റെ മയ്യത്ത് പള്ളിക്കകത്ത് കൊണ്ടുവച്ചപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ഒരു അസുഖവും ഇല്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ബൈക്കിൽ തറാവീഹ് നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു വണ്ടിയുമായി കൂട്ടിയിടിച്ച് ആ പൊന്നുമോൻ മരണപ്പെട്ടുപോയി. ഒരു ജീവിതത്തിന് ഇത്ര വിലയുള്ളൂ. അവന് വേണ്ടി തന്നെ അവൻ കഫൻ തുണി, അവന് വേണ്ടി തന്നെ ആ മയ്യത്ത് കെട്ടിൽ അവൻ നേരെയാക്കി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതം ഇത്രയേ ഉള്ളൂ. അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പരസ്പരം പൊരുത്തം ചോദിച്ചു, പരസ്പരം ഏറ്റുപറഞ്ഞു, പിണക്കങ്ങളൊക്കെ മാറ്റി സന്തോഷത്തോടെ നല്ലവരായി ജീവിക്കണം. റമദാൻ മാസമാണല്ലോ. എല്ലാവരും നന്നായി. നമ്മൾ മാത്രം എന്തെങ്ങനെ ആയിപ്പോയി? നമ്മുടെ മനസ്സെന്ത് ഇത്രയും വൃത്തികെട്ടവരായി പോയത്? അതുകൊണ്ട് വിശുദ്ധമായ റമദാൻ മാസമാണ്. അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത് മടങ്ങണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറെ പിരിവോ മറ്റുള്ള കാര്യമൊന്നുമില്ല. വലിയ കാര്യങ്ങളൊന്നുമില്ല. ആകെ ഉള്ളത് ബക്കറ്റ് ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ഐക്യസെറ്റിന്റെ പൈസയും മറ്റുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി അവർ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. പോക്കറ്റിൽ കൈയിട്ടിട്ട് ഒരു സദക്ക എടുക്കാം. ഒരു സദക്ക എടുക്കുമ്പോൾ മനസ്സിലൊരു നിയ്യത്ത് ചെയ്യുക, അള്ളാഹുവേ നല്ല മരണം നൽകണം പടച്ചവൻ. വേറെ ഒന്നും വേണ്ട. അള്ളാഹുവേ എനിക്ക് നല്ല മരണം നൽകണം. അള്ളാഹുവേ സ്വർഗം കണ്ട് കടക്കാരനല്ലാത്ത രീതിയിൽ വെള്ളിയാഴ്ച രാവിലെ അള്ളാഹുവേ ഒരു ശുഹദാക്കൾ മരിച്ചതുപോലെ മരിക്കാൻ വേണ്ടി ഒരു നല്ല സദക്ക എടുക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹീമായ പടച്ചവനെ, ദയാലുവായ അല്ലാഹുവേ, ആരെല്ലാം പടച്ചവനെ നിന്റെ ദീനിന് വേണ്ടി സദക്ക കൊടുക്കുന്നു അവരുടെ ആക്കിബത്ത് നീ നന്നാക്കണേ പടച്ചവനെ. നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കണേ പടച്ചവനെ. നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, മരിക്കുന്ന സമയം സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ജനങ്ങൾ മുഴുവനും കേൾക്കെ പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ഈ സദക്ക അതിനൊരു സബബാക്കണേ തമ്പുരാൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പെട്ടെന്ന് എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിട്ടെന്നേ, കുറഞ്ഞൊന്നും പോകില്ല. എന്തെങ്കിലും ഉണ്ടോ നോക്ക്. വല്ല തേളങ്ങാണം പോക്കറ്റ് കയറി കിടന്നാലോ ഒന്ന് നോക്കിയാൽ കടിച്ചിട്ട് മരിക്കണേ. ഫർദയ്ക്ക് പോക്കറ്റ് ഉണ്ടോ ഒന്നിട്ട് ചുമ്മാ നോക്കണ എല്ലാന്ന് ഇരിക്ക. നാളെ മുതൽ ഇതിലൊക്കെ കൊണ്ടുവരണ്ടേ വരുമ്പോ പെട്ടെന്ന് വിസ്മില്ല കേട്ടോ. ഞാൻ നിർത്താൻ സമയമായി. 11:12 ഇൻഷാ അല്ലാഹ്. ഇനി ദുആ ചെയ്യാനുള്ള സമയമുള്ളൂ. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന്. അൽഹംദുലില്ലാഹ്. സഹോദരിമാരുടെ ഭാഗത്ത് ബക്കറ്റിന്റെ സ്ഥാനം പെട്ടെന്ന് ദുആ ചെയ്ത് പിരിയാൻ. എന്തും ഉണ്ടായിരിക്കണേ. നാളെ എത്ര മണിക്ക് വരും? ഞാനെങ്ങും പോണില്ല. അബീബ് ഇവിടെ തന്നെ ഉണ്ട്. ഇന്ന് 9:30 തന്നെ ഞാൻ എത്തി. നാളെ എങ്ങനെ? 10, 11, 12? എപ്പോഴാ വരുന്നത്? ആര്? നിങ്ങൾ? നാളെ 10 മണിക്കെങ്കിലും തുടങ്ങുമോ? നാളെ വരുമോ? തുടങ്ങുന്നേക്കെ ഇരിക്കട്ടെ. നിങ്ങൾ വരുമോ? ഇൻഷാ അല്ലാഹ് ഒന്ന് കൈപൊക്കിക്കുക വരാന്നുള്ളത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ കാക്കിബത്ത് നന്നാക്കുമാറാകട്ടെ. നാളെ വരുമ്പോൾ ഒരു കൂട്ടുകാരിയെ കൂടെ കൊണ്ടുവരണം കേട്ടോ. നിന്റെ കൂട്ടുകാരി, നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയെ നാളെ വിളിച്ചുകൊണ്ട് വരണം. സ്വർഗത്തിൽ പോകാൻ വരാൻ പറയണം. വരത്തില്ല എന്ന് പറഞ്ഞാൽ പറയണം അസ്സലാമു അലൈക്കും പൊക്കോളാം. ഇനി നിന്റെ വഴി തരാക്കില്ലേക്ക് വിട്ടേക്കണം. പിന്നെ അവളെ കൂട്ടുകാരിയായിട്ട് പിടിച്ച, പിന്നെ നീ അവളെ കൂട്ടുകാരിയായി പിടിച്ച നാളെ നീ അവിടെ വെച്ച് കാണുമ്പോൾ എന്ത് പറയും?
നാളെ പിന്നെ നീ ഒരു നല്ല കാര്യത്തിൽ വിളിച്ചിട്ട് ചുമ്മാതെ ഇരുന്നിട്ടും വരാൻ മനസ്സില്ലാത്തൊരു കൂട്ടുകാരിയെ പിന്നെ കൂട്ടാക്കി വിളിച്ചാൽ നീ നാളെ പറയും, നിന്നെ കൂട്ടുകാരിയാക്കിയതിന്റെ പേരിൽ നാളെ നീ അവിടെ നിന്ന് കരയേണ്ടി വരും. നാളെ പടച്ചവന്റെ കോടതിയിൽ നിന്നിട്ട് നിന്നെ കൂട്ടുകാരിയാക്കി എടുത്തല്ലോ എന്ന് ഓർത്തിട്ട് കരയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നല്ലൊരു കൂട്ടുകാരിയെ, നല്ലൊരു കൂട്ടുകാരനെ കൊണ്ടുവരണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാ. പിരിവൊന്നുമില്ല, പിരിവൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, പിരിവൊന്നുമില്ല. സേഫ്റ്റി ആ പോക്കറ്റൊക്കെ ധൈര്യമായിട്ടിരിക്കാം, ഒന്നും പേടിക്കണ്ട. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. എന്തായാലും ഒരു നല്ല കാര്യം പറഞ്ഞു തരാം, ഒരു നല്ല കാര്യം പറഞ്ഞു തരാം. എത്രയ്ക്ക് ബാങ്ക് എത്രയ്ക്ക്? 40. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സക്കാത്തും സദക്കയൊക്കെ കൊടുക്കേണ്ട മാസമാണല്ലോ. സക്കാത്തും സദക്കകളും ഒരുപാട് കൊടുക്കേണ്ട മാസം. സക്കാത്തും സദക്കയൊക്കെ ഒരുപാട് കൊടുക്കേണ്ട മാസമാണല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ബർക്കത്തുണ്ടാകാനുള്ള ഒരു കാര്യം പറഞ്ഞു തരാം. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാണ്. മറ്റുള്ളവൻ ഇങ്ങനെ സമ്പത്ത്, നിങ്ങൾ ചിന്തിക്കൂ, ഉസ്താദെ എന്റെ അയൽവാസി അവൻ കൂലിപ്പണിക്കാരനാ, പക്ഷെ എനിക്ക് 2 നില വീടുണ്ട്, എന്റെ ഭർത്താവ് ഗൾഫില, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ അവന്റെ വീട്ടിലുള്ള സന്തോഷം എനിക്കില്ലല്ലോ. ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ തന്റെ അയൽവാസിയായ ഒരാൾക്ക് അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ കണ്ണും തെളി നിൽക്കുക, പടച്ചനെ ഇല്ല അവന് കൊടുത്ത് എനിക്കൊന്നും തന്നില്ല, അസൂയ. പടച്ചനെ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കാനേരാക്കണേന്ന് ദുആ ചെയ്യാം. അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസവും ഈ റമളാൻ മാസത്തിൽ ഞാനും നിങ്ങളും എല്ലാം അള്ളാഹിനോട് ദുആ ചെയ്യുന്നു. നമ്മളെല്ലാവരും പടച്ചവനോട് ദുആ ചെയ്യുന്നുണ്ട്. എന്റെ റബ്ബ് നമ്മുടെ ദുആ സ്വീകരിക്കാതെ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് പടച്ചവൻ സ്വീകരിക്കുന്നില്ല എന്നാ അള്ള തന്നെ പറയുന്നു, എന്റെ അടിമ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് കൊടുക്കുമെന്ന് അള്ള തന്നെ പറയും. എന്റെ അടിമ കരയുന്നത് എനിക്ക് ഇഷ്ടമല്ല, അവൻ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും. അല്ലാഹുവിന്റെ ഖുർആൻ പറയും, എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കും. പക്ഷെ നമ്മൾ ചോദിച്ചിട്ട് അല്ല തരുന്നില്ല. കാരണം എന്തെന്നറിയോ? ഞാനും നിങ്ങളും ചോദിക്കുന്നത് ശരിയാകുന്നില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ ചോദിച്ചിട്ട് പടച്ചവൻ തരാത്തതിന്റെ കാരണം എന്താ? നമ്മൾ ചോദിക്കുന്നത് ശരിയാകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ദുആയിൽ 10 കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുആ സ്വീകരിക്കണമെങ്കിൽ എന്തുണ്ടാവണം? 10 കാര്യം. 10ൽ ഒരെണ്ണമെങ്കിലും പോയാൽ കഅബയുടെ മുന്നിൽ പോയി ദുആ ചെയ്തിട്ടും കാര്യമില്ല. 10 കാര്യത്തിൽ ഒരെണ്ണമെങ്കിലും നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് ദുആ ചെയ്താൽ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. അല്ലാഹു ദുആ ചെയ്യാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 10 കാര്യം പറഞ്ഞു തരാൻ അനുസരിക്കൂ. ഇതെന്ത് ചങ്ങായി വരെ പിണങ്ങിയിരിക്കണേ? ചെയ്യോ ഇല്ലേ? ഉറക്ക ഇൻഷാ അല്ലാഹ് പറ. ഉറക്കെ അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഇതേ ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള ഭാഗ്യം തരണേ പടച്ചവനെ ഇൻഷാ അല്ലാഹ്. പാറ മനുഷ്യന്മാരെ നാളെ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടത്. നാളെ 12 മണിക്ക് പറഞ്ഞു തരാം. അള്ളാഹു വരാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സീരിയലിന്റെ കാലമാണല്ലോ, ഇങ്ങനെ നിർത്തിയാലേ നാളെ വരുമെന്ന് വിചാരിച്ച് പറഞ്ഞൊന്നും അല്ലാട്ടാ. എന്തായാലും ഇന്നും കൂടെ കഴിയട്ടെ. ഇനി 10 ദിവസം ഉണ്ടല്ലോ. ഇന്ന് 20ാമത്തെ ദിവസത്തിൽ ഇന്നും കൂടെ കഴിയും. നാളെ നമുക്ക് ദുആ ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. അള്ളാന്റെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. അത് എല്ലാ ദിവസവും ഓതുന്നവന് സ്വർഗ്ഗ നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് എല്ലാ ദിവസവും ഓതിയ നിങ്ങളുടെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറ മാത്രമേ ഉള്ളൂ. ഒറ്റ മറ. എന്താ മറ? മരണം. മരിച്ചാൽ മാത്രം മതി, വേറൊന്നുമില്ല. സ്വർഗത്തിൽ പോകാൻ എന്തേ മറയുള്ളൂ? അങ്ങോട്ട് പള്ളിക്കാട്ടിലൊക്കെ പോകാം, അങ്ങ് പോകാം. മരിക്കുക, സ്വർഗത്തിൽ പോകാം. അള്ളാന്റെ ഖുർആനിലെ ഒരായത്ത് ഓതിയാൽ മതി. ഇൻഷാ അല്ലാഹ് ഓതുവോ? കൈപൊക്കി ഓതാന്നുള്ളവര് കൈപൊക്കി. അൽഹംദുലില്ലാഹ്. ഇന്ന് പ്രസംഗിച്ചത് മതി, സന്തോഷമായി. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓതേണ്ടത് എപ്പോഴാണെന്നറിയാവോ? 5 വഖത്ത് നിസ്കരിച്ചിട്ടാ ഓതണ്ട. അല്ലാതെ ചുമ്മാതെ ഓതിക്കൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും സ്വർഗം കിട്ടും. എന്നാൽ പിന്നെ എന്തിനാ നിസ്കരിക്കണം? ഒരായത്ത് ഓതിയ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഓതിക്കൊണ്ട് നടക്കരുത്. 5 നേരം നിസ്കരിച്ചിട്ടാ ഓതണം.
5 വഖത്ത് ഫർള് നമസ്കരിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് ഓതണം. അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ഒരായത്താ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم. ആയത്തുൽ കുർസി ഒരു പ്രാവശ്യം ഓതിയ സ്വർഗ്ഗ നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആയത്തുൽ കുർസി അറിയൂലേ? അറിയൂലേ? അറിയാത്തവരുണ്ടില്ലേ? തല കുലുക്കണില്ല എല്ലാവരും. ആയത്തുൽ കുർസി അറിയില്ലേ? ഒരു പ്രാവശ്യം ഓതിയാൽ മതി, നാളെ സ്വർഗത്തിൽ വെച്ച് കാണാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ ചില ഉപ്പാപ്പായും ഉമ്മാമ്മയൊക്കെ വിചാരിക്കും, ഉസ്താദേ എനിക്കത് അറിയത്തില്ലല്ലോ, എന്റെ വാപ്പായും ഉമ്മായും അതൊന്നും എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ, ഇനിയിപ്പോ പഠിക്കാന്ന് വെച്ചാൽ അതും എനിക്കറിയില്ലല്ലോ. പേടിക്കണ്ട, അള്ളാന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് ഓതിയ നിനക്ക് സ്വർഗ നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാ, പ്രവാചകന് സഹാബത്ത് നടന്നു പോകുമ്പോൾ ഒരു സഹാബി ഇരുന്ന് ഖുർആനിലെ ഒരു ആയത്ത് ഓതി, ഒരു സൂറത്ത് ഓതിക്കൊണ്ടിരിക്കും. പ്രവാചകൻ പറഞ്ഞു, ആ മനുഷ്യന് നിർബന്ധമായി, സ്വർഗ്ഗം നിർബന്ധമായി, ഒരു സൂറത്ത് പറഞ്ഞുതരാം, ഇൻഷാ അല്ലാഹ് ഓതുവോ? അതറിയാത്ത ആരും ഉണ്ടാവില്ല. ആയത്തെക്കുറിച്ച് ഓതാൻ പോലും അറിയാത്തവൻ ഓതാൻ അറിയുന്ന ഒരു സൂറത്തുണ്ട്. അതേത് സൂറത്തായിരിക്കും? മൈക്ക് തെറ്റാരന്മാർക്ക് പോലും അറിയാം. വാതിന് പോകുന്ന മൈക്ക് സെറ്റുകാർക്ക് പോലും, അത് മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ ആർക്കും അറിയാം, അവർക്ക് പോലും അറിയാത്ത സൂറത്ത്. കാരണം അത്രയ്ക്ക് എല്ലാവർക്കും അറിയുന്ന സൂറത്താ. ഓതുവോ? ഏത് സൂറത്തായിരിക്കും? സൂറത്തുൽ ഇഖ്ലാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. 5 നേരം നിസ്കാരത്തിന് ശേഷം ഈ സൂറത്ത് ഓതുന്നവന് സ്വർഗ്ഗ നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ നാളെയും ഒരുമിച്ച് കൂടാനും നോമ്പ് പിടിക്കാനും നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ആയുസ്സും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ വരൂലേ? 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് നാളെ വരുമ്പോ ഒരു നല്ല സദക്ക കൊണ്ടുവരണം എല്ലാരും കേട്ടാ. കൊണ്ടുവരൂലേ? നല്ല സദക്ക എന്ന് പറഞ്ഞാൽ എത്ര? 101 രൂപയോ? എത്ര? 313 രൂപ. എത്ര രൂപ? 313. ബദരീങ്ങളെ ഇഷ്ടപ്പെടുന്നവരില്ല നമ്മളൊക്കെ. ബദരീദിനൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഒരു 313 രൂപ നാളെ വരുമ്പോൾ ബക്കറ്റിൽ ഇടാൻ വേണ്ടി കൊണ്ടുവരണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമായ പടച്ചവനെ, ദയാലുവായ ഗഫൂറുള്ള റഹീമായ കരുണയുള്ള പടച്ചവനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതൊക്കെ ഒരു സാലിഹായ അമലായി നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, നോമ്പ് പിടിച്ചിട്ട് നിന്റെ മുന്നിലേക്ക് നീട്ടുന്ന ഈ കരങ്ങളെ നീ തട്ടിക്കളയല്ല റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, മലക്കുകൾ ആമീൻ പറയുന്ന സദസ്സാണല്ലോ തമ്പുരാനെ. അല്ലാഹുവേ, നീ എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞ പുണ്യമാസമാണല്ലോ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയി അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായി തനിച്ചായും ചെയ്ത പാപങ്ങൾ മുഴുവനും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ പടച്ചവനെ. അല്ലാഹുവേ, ഇന്ന് ഞങ്ങളോട് മഗ്ഫിറത്തിന്റെ 10 വിട പറയുകയാണ് റബ്ബേ. പാപം പുറത്തു വരെ നീ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ ഉമ്മ ഇപ്പം പ്രസവിച്ച് ഇട്ട മക്കളെ പോലെ ഞങ്ങളെ നീ യാത്രയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ച റബ്ബേ, അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഈമാൻ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന പലരും രോഗികളാണ്, ശിഫ നൽകണേ അല്ലാഹുവേ. ഇബാദത്തിന് തടസ്സമാകുന്ന രോഗങ്ങൾ തരല്ലേ പടച്ചവനെ. ക്യാൻസർ തരല്ലേ പടച്ചവനെ. ട്യൂമർ നൽകല്ലേ പടച്ചവനെ. കിഡ്നികൾ തകർന്ന് ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ തരല്ലേ റഹ്മാനെ. അല്ലാഹുവേ, പ്രഷറും ഷുഗറും BP ഒക്കെ പിടിച്ച് ശരീരം തളർന്ന് കിടന്ന കിടപ്പിൽ കടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട ഗതികേട് തരല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ആരെയും ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ പടച്ചവനെ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ലാഹുവേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങൾ മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കല്ലേ പടച്ചവൻ. അല്ലാഹ്, ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ പടച്ചവനെ. അല്ലാഹുവേ, എപ്പോ എവിടെ വെച്ച് മരിച്ചാലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കണേ അല്ലാഹ്. അല്ലാഹ്, നല്ല
മരണം നൽകണേ പടച്ചവനെ, നല്ല മരണം നൽകണേ പടച്ചവനെ. ഞങ്ങൾ മരിച്ചെന്ന് കേൾക്കുമ്പോൾ 40 പേര് ഞങ്ങളെക്കുറിച്ച് നല്ലത് പറയണേ റഹ്മാനെ. അള്ളാഹുവെ, എല്ലാവരും കരയുന്ന ദിവസം ഞങ്ങളുടെ മുഖത്ത് നീ പുഞ്ചിരി നൽകണേ അള്ളാഹുവെ. അള്ളാഹുവെ, ഞങ്ങളുടെ മയ്യത്ത് കണ്ടിട്ട് പോകുന്നവർ ചിരിച്ചുകൊണ്ട് കിടക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് പോകണേ അള്ളാഹുവെ. അള്ളാഹുവെ റബ്ബെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിനകത്ത് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ആ പാവങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാ. അള്ളാഹുവെ, സ്വർഗത്തിന്റെ കവാടം അവരുടെ ഖബറിൽ നീ തുറന്നു കൊടുക്കണേ അല്ലാ. സ്വർഗത്തിന്റെ വിരിപ്പി കിടത്തി ഉറക്കണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങൾ ആദ്യമായിട്ട് നോമ്പ് പിടിക്കാൻ പഠിപ്പിച്ചവരാ പടച്ചവനെ. വയലിന്റെ സദസ്സിൽ ആദ്യമായിട്ട് കൈപിടിച്ച് കൊണ്ടുപോയവരാ അള്ളാഹുവെ. അവർക്ക് വേണ്ടി മരിക്കോളം ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അള്ളാഹുവെ. അള്ളാഹുവെ, ജീവിച്ചിരിക്കുന്ന ഉപ്പാനും ഉമ്മാനൊക്കെ നീ ദീർഘായുസ് കൊടുക്കണേ പടച്ചവൻ. രോഗം പിടിച്ചിട്ട് വീടിന്റെ മൂലയിൽ കിടന്ന് കരയുന്നത് കാണേണ്ട ഗതികേട് തരല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ, ആലിമീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ കാരണം കണ്ണീര് കുടിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ പടച്ചവന്. അല്ലാഹുവെ റബ്ബെ, ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാഹുവെ. അല്ലാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുമ്പോൾ ഞങ്ങളുടെ മക്കൾ തന്നെ കുളിപ്പിക്കണേ അല്ലാ. എനിക്കറിയില്ലെന്ന് പറഞ്ഞു മാറി നിൽക്കുന്ന മക്കളാക്കല്ലേ പടച്ചവൻ. ഞങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കാൻ അറിയുന്ന മക്കളെ നീ ഞങ്ങൾക്ക് തരണേ പടച്ചവന്. അള്ളാഹുവെ പടച്ചവനെ, ഈ സദസ്സിലിരിക്കുന്ന ആലിമീങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. ഉഖ്റവിയായ ആലിമീങ്ങളാക്കണേ അല്ലാ. അള്ളാഹുവെ, അവരുടെയൊക്കെ ഖിദ്മത്ത് നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ പടച്ചവനെ. മരിക്കണ ദിവസവും സ്വന്തം കൈകൊണ്ട് വുളുവെടുത്തിട്ട് അവസാനത്തെ നിസ്കാരവും ജമാഅത്തായി നിസ്കരിച്ചിട്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഈ നാട്ടിലെ ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. ഈമാനുള്ളവരാക്കണേ പടച്ചവനെ. നല്ല കാര്യങ്ങൾക്ക് ഒരുമിക്കുന്നവരാക്കണേ പടച്ചവനെ. സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ പടച്ചവനെ. നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ആ മുഖത്തുള്ള പുഞ്ചിരി മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, ഒന്ന് കിടന്നുറങ്ങേണ്ട സമയം സാധേ ഞങ്ങൾക്ക് ദുആ മതി എന്ന് പറഞ്ഞു ഓടി വന്ന് ഈ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ പടച്ചവനെ. അള്ളാഹുവെ, അവരുടെ മനസ്സിന്റെ ഉള്ളിൽ 1000 ആഗ്രഹങ്ങളാ പടച്ചവനെ നീ സാധിച്ചു കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ, ഒരുപാട് വേദന സഹിച്ചവരാ, ഇനിയും നീ വേദനിപ്പിക്കല്ലേ പടച്ചവനെ. അവരുടെ ശരീരം നീ അറുത്തു മുറിക്കല്ലേ പടച്ചവനെ. മാരക രോഗങ്ങൾ കൊടുക്കല്ലേ പടച്ചവനെ. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ പടച്ചവനെ. അവരുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ പെൺമക്കളെ നീ കാക്കണേ അല്ലാ. പടച്ചവനെ സാരത്താക്കണേ അല്ലാ. നിന്നെ പേടിച്ച് ജീവിക്കുന്നവരാക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ച റബ്ബേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ബക്കറ്റിൽ ഓരോ രൂപ ഇടുമ്പോഴും അള്ളാഹുവെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, സാധിച്ചു തരണേ പടച്ചവനെ. അള്ളാഹുവെ, അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ പടച്ചവനെ. അള്ളാഹ്, നിന്റെ മുന്നിൽ നീട്ടുന്ന ഈ കൈകൾ മരിക്കുവോളം ഒരുത്തന്റെ മുന്നിലും നീട്ടി യാചിക്കേണ്ട ഗതികേട് ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ നൽകല്ലേ അള്ളാഹുവെ. വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയി മക്കളെ കെട്ടിക്കാൻ പണമില്ല, വീട് വെക്കാൻ പണമില്ല, ചികിത്സിക്കാൻ പണമില്ല, എന്തെങ്കിലും തരണേ എന്ന് തെണ്ടേണ്ട ഗതികേട് ഞങ്ങളുടെ ഭാര്യ മക്കൾക്ക് നീ കൊടുക്കല്ലേ അള്ളാഹുവെ. അള്ളാഹ്, 5 നേരം നിന്റെ മുന്നിൽ കുനിക്കുന്ന തല മരിക്കുവോളം ഒരുത്തന്റെ മുന്നിലും താഴ്ത്തേണ്ട അവസ്ഥ തരല്ലേ പടച്ചവനെ. അള്ളാഹുവെ പടച്ച റബ്ബേ, അള്ളാഹുവെ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കല്ലേ അള്ളാഹുവെ. ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. അള്ളാഹുവെ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, ശരീഫ് എന്ന കൂട്ടുകാരനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ, ആ പാവപ്പെട്ടവന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റണേ അല്ലാ. വീടിന്റെ പണി നീ എളുപ്പത്തിലാക്കണേ അല്ലാ. മകളുടെ രോഗത്തിന് ശിഫ നൽകണേ അല്ലാ. അള്ളാഹുവെ, നൗഫൽ എന്ന കൂട്ടുകാരനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, അവന്റെ ഭാര്യ ഗർഭിണിയാണ്. അള്ളാഹുവെ, എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ പടച്ചവനെ. സാലിഹായ മക്കളെ കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ, അവന്റെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ജീവിതങ്ങളിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ചവനെ റബ്ബേ, അവരുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ, ഇതുപോലെ ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ റബ്ബേ, അള്ളാഹുവെ പടച്ചവനെ, പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ, ചൂട് സഹിക്കാൻ കഴിയാതെ 15 മണിക്കൂറോളം നോമ്പ് പിടിച്ചിട്ട് ദുരിതം അനുഭവിക്കുന്ന ആ പാവങ്ങളെ നീ സഹായിക്കണേ തമ്പുരാനെ. അർഹമായ പ്രതിഫലം നൽകണേ പടച്ചവനെ. അപകടങ്ങളെ തൊട്ട് കാക്കണേ പടച്ചവനെ. രോഗങ്ങളെ തൊട്ട് കാക്കണേ പടച്ചവനെ. സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. സന്തോഷത്തോടെ മടങ്ങി വന്ന് തന്റെ കുടുംബത്തിൽ ജീവിക്കാൻ അവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ റബ്ബേ, ഞങ്ങൾ ഇന്ന് പിരിയുകയാണ്. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ കണ്ടുമുട്ടിയില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടും
കണ്ടുമുട്ടാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഈ സദസ്സ് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ സദസ്സാക്കല്ലേ അല്ലാ. ഈ ദുആ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ദുആ ആക്കല്ലേ അല്ലാ. ഈ നോമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ നോമ്പാക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഈ ശബ്ദം നീ നിലനിർത്തി തരണേ അല്ലാ. അഹങ്കാരം തരല്ലേ പടച്ചവനെ. എന്റെ ഉപ്പയുടെ ഖബറ് വിശാലമാക്കണേ അല്ലാ. എന്റെ ഉമ്മയ്ക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എന്റെ ഭാര്യയെ നീ സാലിഹത്താക്കണേ അല്ലാ. എന്റെ പൊന്നുമോനെ നീ ഹാഫിളാക്കി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ കടം കൊണ്ട് വരയുന്നവരുടെ കടം മാറ്റണേ അല്ലാ. കച്ചവടം നഷ്ടത്തിലായവരെ നീ സഹായിക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയ മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്ന ഉപ്പ ഉമ്മമാരെ നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ ഈ ദുആഇ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ ഇന്ന് പിരിഞ്ഞിട്ട് അസറിന് മുമ്പ് ഞങ്ങൾ ആരെങ്കിലും മരിച്ചുപോയ ഈ ദുആ ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.